ഇന്ത്യയുടെ പതാകയാണ്, ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക. ഈ മൂന്ന് നിറങ്ങളുടെ അർത്ഥം എന്താണ്? ഈ മൂന്ന് നിറങ്ങളുടെ അർത്ഥം എന്താണ്? ഇതിന് രണ്ട് രീതിയിൽ ഉത്തരം പറയാം. നമുക്ക് മൂക്കിൽ തൊടുന്നെങ്കിൽ ഇങ്ങനെ തൊടാം, അല്ലെങ്കിൽ ഇങ്ങനെ തൊടാം. ഇങ്ങനെ തൊട്ട് ഇതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഇതിലെ കുങ്കുമ നിറം കാണിക്കുന്നത് ത്യാഗവും സേവന സന്നദ്ധതയുമാണ്. വെള്ള കാണിക്കുന്നത് സമാധാനമാണ്. പച്ച കാണിക്കുന്നത് ഫലഭൂയിഷ്ടമാണ്. നീ ഇങ്ങനെ തൊടാതെ നേരെ തൊട്ട് പറയുകയാണെങ്കിൽ ഇതിലെ കുങ്കുമനിറം കാണിക്കുന്നു എന്ന് ഇത് ഡിസൈൻ ചെയ്ത് ഇതിന് കളർ കൊടുത്ത രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞത് ഇതിലെ കുങ്കുമം കാണിക്കുന്ന ഹിന്ദുക്കളെയാണ്, വെള്ള കാണിക്കുന്ന ക്രിസ്ത്യാനികളെയാണ്, പച്ച കാണിക്കുന്ന മുസ്ലിങ്ങളെയാണെന്നാണ്. ഏപ്രിൽ 13, 1921 യങ് ഇന്ത്യയിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വളരെ സിമ്പിളായി എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. വളഞ്ഞു കെട്ടി ഇങ്ങനെ മൂക്കി തൊട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ കാൽപ്പനികമായി ഭംഗിയുള്ള ഭാഷയിൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ വളഞ്ഞു കെട്ടി പറയാം. ഞാൻ ഒരുപാട് വേദികളിൽ പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. പക്ഷേ സമയക്കുറവുള്ളത് കൊണ്ടും ഇനി ഒരു 7 മിനിറ്റേ ഉള്ളത് കൊണ്ടും വളരെ ഡിറക്റ്റ് ആയിട്ട് 3-4 കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, മലപ്പുറത്തെ കുറിച്ച് ഈ നെറേറ്റീവ് ഉണ്ടാക്കുന്ന ആരാണ്? മലപ്പുറത്തിന്റെ മാത്രം പ്രശ്നമാണോ? മലപ്പുറത്തെ മലകളെയോ പുഴകളെയോ പുഷ്പങ്ങളെയോ സസ്യലതാദികളെയോ ദേഷ്യമുള്ളതുകൊണ്ടാണോ മലപ്പുറത്തെ കുറിച്ച് ആൾക്കാർ മോശം നെറേറ്റീവ് ഉണ്ടാക്കുന്നത്? മലപ്പുറത്തെ കുറിച്ച് മോശം പറയുന്നതിന്റെ പിന്നിൽ മലപ്പുറമല്ല, മലപ്പുറത്തെ കുറിച്ച് മോശം പറയുന്നതിന്റെ പിന്നിൽ ഇസ്ലാമോഫോബിയയാണ്. ഈ ഇസ്ലാമോഫോബിയയാണെന്ന് അത് ചെയ്യുന്നവരും പലപ്പോഴും നിങ്ങളും തുറന്നു പറയാത്തത് നിങ്ങളുടെ മാന്യതയാണ്. അതായത് അത് ഇസ്ലാമോഫോബിയാണെന്ന് തുറന്നു പറയാത്തത് നിങ്ങളുടെ മാന്യതയും നിങ്ങളുടെ മയവുമാണ്. പക്ഷെ അത് തുറന്നു പറയേണ്ടത് ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വവും അത് ഫൈറ്റ് ചെയ്യേണ്ട രീതിയിൽ എൻ്റെ ധാർമ്മികതയാണ്. ഇനി ഇതിൻ്റെ അടിസ്ഥാനം, ഇത് മലപ്പുറത്ത് മാത്രമല്ല, മലപ്പുറമാകാം, കാസർഗോഡാകാം, ഈ അടുത്തിടയ്ക്ക് മദ്രസകൾക്കെതിരെ ഒരു നീക്കം വന്നതാകാം, വഖഫ് ബോർഡ് ആകാം, ലവ് ജിഹാദ് ആകാം, ലാൻഡ് ജിഹാദ് ആകാം, തുപ്പൽ ജിഹാദ് ആകാം, തുള്ളിമരുന്ന് ജിഹാദ് ആകാം, യൂണിഫോം സിവിൽ കോഡ് ആകാം. പല പേരുകളിൽ വരുന്ന ഇതിൻ്റെ അടിസ്ഥാനം ഒന്നാണ്. ആ അടിസ്ഥാനം എന്താന്ന് പറയാനാണ് ഞാൻ യഥാർത്ഥത്തിൽ വന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഞാനിന്ന് വന്നതിന് ഒരു പ്രസക്തിയുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ 3-4 ദിവസം മുമ്പ് എൻ്റെ ഭാര്യ ദീപ വണ്ടിയിൽ ആക്സിഡന്റ് ആയി, കിംസിൽ അഡ്മിറ്റഡാണ്. കാറ് ടോട്ടൽ ലോസ് ആയി. ഇന്ന് എൻ്റെ മകൻ്റെ 4 പിറന്നാൾ ആഘോഷിക്കേണ്ട ദിവസമാണ്. അത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ ഈ കാര്യം അറിയാനും കേൾക്കാനും വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പോയിന്റ് 2, യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള ഇസ്ലാമോഫോബിയയുടെ, മലപ്പുറത്തെ കുറ്റം പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താണെന്ന് പെട്ടെന്ന് ഒരു പക്ഷേ ഒരു മുസ്ലിം സഹോദരനോ ക്രിസ്ത്യൻ സഹോദരനോ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം. അതൊരു ചോദ്യ രൂപേണ ചോദിക്കാം. പോയിന്റ് നമ്പർ 2, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ 10,000 വർഷങ്ങളുടെ പ്രശ്നമാണ് ഞാൻ അടുത്തൊരു 50 സെക്കൻഡിൽ ഒരു ചോദ്യ രൂപേണ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ചോദ്യം: ആഴ്ചയിൽ ഏത് ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം അവരവരുടെ വിശ്വാസപ്രകാരം. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളികളിൽ ഒത്തുകൂടുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്? അവർ ദശാംശം പിരിക്കാവുന്നൊരു പരിപാടിയുണ്ട്, 10-1 പിരിക്കുക എന്ന പരിപാടി, പരസ്പരം സഹായിക്കുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ആഴ്ചയിൽ ഒരുമിച്ച് കൂടുന്ന ഏത് ദിവസമാണ്? ഞായറാഴ്ച. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അതേപോലെ പ്രാർത്ഥിക്കാനും പരസ്പരം കാര്യങ്ങൾ പറയാനും കാര്യങ്ങൾ പങ്കുവെക്കാനും സഹായിക്കാനും ഒക്കെ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഒത്തുകൂടുന്നത്? നിങ്ങളുടെ ഹിന്ദു സഹോദരങ്ങൾ ഞങ്ങൾ ആഴ്ചയിൽ ഇതേപോലെ ഏത് ദിവസമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാനോ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ സഹായിക്കാനോ സക്കാത്ത് കൊടുക്കാനോ ദശാംശം പിരിക്കാനോ പുതിയ സ്കൂളും കോളേജും വേണമെന്ന് പറയാനോ നിങ്ങളുടെ ഈ ഹിന്ദു സഹോദരങ്ങൾ ആഴ്ചയിൽ ഏത് ദിവസമാണ് ഒരുമിച്ച് കൂടാറുള്ളത്? അങ്ങനെ പ്രത്യേകിച്ചൊരു ഇടമോ സമയമോ ഒന്നുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അടുത്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ എന്തു പറ്റുന്നു എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഇടയിലുള്ള തീവ്ര സ്വരക്കാർ, ഞങ്ങളുടെ ഇടയിലുള്ള ഹാർഡ് ലൈനേഴ്സ്, ഞങ്ങളുടെ ഇടയിലുള്ള റാഡിക്കൽസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ കടുപ്പമേറിയ നിലപാടെടുക്കുന്നവർക്ക് എപ്പോഴും അപ്പുറത്തൊരു ശത്രു വേണം, എപ്പോഴും അപ്പുറത്താരെങ്കിലും വേണം. ആ അപ്പുറത്തുള്ള ശത്രു വിഘടിച്ച് കിടക്കുന്ന ഞങ്ങളെ നായരായി, നമ്പൂതിരിയായി, ധീവരനായി, വെള്ളാളനായി, ഈഴവനായി, പുലയനായി, അമ്പലവാസിയായി, ആദിവാസിയായി, ക്ഷത്രിയനായി, വ്യത്യസ്ത ജാതി വിഭാഗങ്ങളായി വിഘടിച്ച് കിടക്കുന്ന ഞങ്ങളെ ഒന്നിപ്പിക്കാൻ അപ്പുറത്തൊരു ഇല്ലാത്ത ശത്രുവിനെ കാണിച്ച് അവൻ വന്ന് ഞങ്ങളുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു, സ്ഥലം തട്ടിക്കൊണ്ടുപോകുന്നു, തുപ്പിയിട്ടാണ് ആഹാരം തരുന്നത്, ലവ് ജിഹാദ് നടക്കുന്നു, കേരള സ്റ്റോറീസ് ആണ്, അല്ലെങ്കിൽ കാശ്മീർ ഫയൽസ് ആണ് എന്ന് പറഞ്ഞ് മറുഭാഗത്തില്ലാത്തൊരു ശത്രുവിനെ പ്രതിഷ്ഠിക്കാൻ നോക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിങ്ങൾ കാണും.
അത് മലപ്പുറമായി വരാം, അത് കർണാടകത്തിലെ പ്രശ്നമായിട്ട് വരാം, അത് വഖഫ് ബോർഡായിട്ട് വരാം, അത് മദ്രസകൾക്കെതിരെയുള്ള സാധനമായിട്ട് വരാം. അതിൻ്റെ ഏറ്റവും ഭരണഘടനാ മുഖംമൂടി ഇട്ട് നിൽക്കുന്ന സാധനത്തിൻ്റെ പേരാണ് യൂണിഫോം സിവിൽ കോഡ്. പക്ഷേ അതിന് ഒരുപാട് വ്യത്യസ്ത രീതിയിൽ തുള്ളിമരുന്ന് കലക്കി തരുന്നു എന്ന് പറയുന്ന രീതിയിൽ വരാം. ഇത് വരുന്നത് മുസ്ലിങ്ങൾ കാരണമല്ല, ഇത് വരുന്നത് ഞങ്ങളുടെ ഒരു ആഴമേറിയ ആത്മീയ ശൂന്യതയെന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹിന്ദു സഹോദരനോട് ചോദിച്ചു നോക്കണം. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച രാവിലെയാണ്, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ്, നമ്മൾ ഹിന്ദുക്കൾക്ക് എപ്പോഴാണെന്ന് ചോദിച്ചാൽ സാധാരണ സംസാരിക്കാനൊക്കെ അറിയുന്ന നല്ല പ്രഭാഷകരായ ഹിന്ദുക്കൾ പറയും. ഞാനിങ്ങനെ പല ഹിന്ദു വേദികളിലും പോയി സംസാരിക്കുന്ന വ്യക്തിയാണ്, NSSന്റെ SNDPയുടെ അടക്കമുള്ള വേദികളിൽ പോയി സംസാരിക്കുന്ന ഞങ്ങളുടെ ആൾ പറയും, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച രാവിലെയാണ് ദൈവത്തിന് സമൂഹത്തിനുമായി മാറ്റി വെച്ചിരിക്കുന്നത്, മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ദൈവത്തിന് സമൂഹത്തിനുമായി മാറ്റി വെച്ചിരിക്കുന്നത്, ഞങ്ങൾ ഹിന്ദുക്കൾ എല്ലാ നിമിഷവും ദൈവത്തിന് സമൂഹത്തിനായി മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ തെള്ള് കാരണമാണ് ഞങ്ങളുടെ ഇടയിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകും. തെള്ളെന്ന വാക്കിന്റെ അർത്ഥം അറിയാമെന്ന് അറിയില്ല. തെള്ളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അർത്ഥമില്ലാതെ ഡയലോഗ് അടിക്കുക, അർത്ഥശൂന്യമായ വലിയ വലിയ കാര്യങ്ങൾ പറയുക എന്നാണ് തെള്ള് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ തകർച്ചയും തളർച്ചയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിനെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് മറുഭാഗത്തൊരു ശത്രുവിനെ വേണം, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രശ്നത്തെ എന്തുകൊണ്ടാണ് നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിച്ച സാധാരണക്കാർക്ക് കാര്യം മനസ്സിലാകും. അതായത് ബഹിതം മലപ്പുറം നല്ല നിങ്ങൾ പറയുന്നത് നന്മയുള്ള കാര്യങ്ങളാണ്. ഇപ്പം മലപ്പുറത്തെ ഇപ്പം നിങ്ങൾ പറയുകയുണ്ടായി, മലപ്പുറത്തിന്റെ മഹത്വം അസീസ് സാർ പറയുകയുണ്ടായി. അസീസ് സാറിനോട് എനിക്ക് വിനയപുരസരം പറയാനുള്ളത്, ഞാനടക്കമുള്ള കോടിക്കണക്കിന് ഹിന്ദുക്കൾ സ്വാമി അയ്യപ്പനെ കാണാൻ പോകുന്നതിന് മുമ്പ് അയ്യപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ടായ വാവരെ തൊഴുതു വണങ്ങിയിട്ട് ശബരിമലയിൽ പോണ ആൾക്കാരാണ്. എരുമേലിയിൽ ഒരു അമ്പലമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. എരുമേലി അമ്പലവും പള്ളിയും ഒരുമിച്ചുള്ളത് വലിയ ആഘോഷത്തിന്റെ കാര്യമാണ്. പക്ഷെ ഞാൻ പറയണ എരുമേലിയിലെ അമ്പലവും, ആ അമ്പലത്തിനായിട്ട് അകത്ത് അയ്യപ്പന്റെ സുഹൃത്തായ വാവർക്ക് വേണ്ടി ഒരു നടയുണ്ട്. വാവര് നട എന്നാ പേര്. പോകുമ്പോൾ നിങ്ങൾ നോക്കണം. ഞാൻ 6ാം വയസ്സിൽ ശബരിമലയിൽ എൻ്റെ മുത്തശ്ശൻ്റെ കൂടെ ആദ്യം പോയപ്പോൾ മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ അവിടെ ആരുമില്ല, അവിടെ വെറും ഒരു ആർച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ, അതായത് വെറും ഒരു ആർച്ച് മാത്രമാണ്, ഒരു വാവര് നട. ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ? മുത്തശ്ശൻ പറഞ്ഞു തന്നു, അത് വാവരൊരു മുസ്ലിം സഹോദരനാണ്, അദ്ദേഹത്തിന് സഗുണാരാധനയില്ല, അല്ലെങ്കിൽ വിഗ്രഹാരാധനയോ ബിംബാരാധനയോ ഇല്ല. അതുകൊണ്ട് നമ്മുടെ പൂർവികർ വാവരെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോ വാവർക്ക് ഹറാമല്ലാത്ത രീതിയിൽ, വാവർക്ക് ഹലാലായ രീതിയിൽ ആദരിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ആ രീതിയിൽ ആർച്ച് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ കാൽപ്പനികമായി വ്യാഖ്യാനിക്കുന്നൊന്നുമല്ല, ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പോയാൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. അതായത് ഇസ്ലാമിക ദൈവശാസ്ത്രത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ആ അമ്പലത്തിനുള്ളിൽ വാവർക്ക് വേണ്ടി നടവച്ചിരിക്കുന്നത് കഴിഞ്ഞ 1000 വർഷങ്ങളായി. അപ്പം നമ്മുടെ ഇടയിൽ എന്നും മതസൗഹാർദ്ദവും ഐക്യവും യോജിപ്പും ഉണ്ട്. ഇല്ലാതാകുന്നത് പലപ്പോഴും ഞങ്ങളുടെ ഇടയിലുള്ളൊരു പ്രശ്നമാണ്. അതിനി ടിപ്പു സുൽത്താനായിട്ട് വരാം, മറ്റേതെങ്കിലും വിഷയമായിട്ട് വരാം. അപ്പൊ ഈ വിഷയം അഡ്രസ്സ് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങൾക്ക് പലപ്പോഴും ഉള്ളിൽ സ്പർദ്ധയോ ദേഷ്യമോ തോന്നാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. അപ്പോൾ ഹിന്ദു സമൂഹത്തിനുള്ളിലെ ഈ ആത്മീയ ശൂന്യത കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. 8 മിനിറ്റായി, ഒരു 30 സെക്കൻഡ് കൂടെ പെട്ടെന്ന് എടുത്ത് ഞാൻ പറഞ്ഞു തീർക്കാം. കഴിഞ്ഞ തവണ ഇവിടെ വന്ന നമ്മുടെ ഷാനിയെ പോലെയോ ഹാഷ്മിയെ പോലെയോ പ്രമോദ് രാമൻ സാറിനെ പോലെയോ ഞാനൊരു മതേതരവാദി അല്ല. ഞാൻ കയ്യിൽ സ്വസ്തികവും ഗാന്ധിയും പച്ചകുത്തുന്ന ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ്. പക്ഷേ നമ്മുടെ ഇടയിൽ ഐക്യം വേണം, നമ്മുടെ ഇടയിൽ മതസൗഹാർദ്ദം വേണം. മതേതരത്വമല്ല, മതസൗഹാർദ്ദം വേണം, ബഹുസ്വരത വേണം, പരസ്പരം യോജിക്കാൻ കഴിയുന്ന മേഖലകൾ കണ്ടെത്തണം. ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിക്കാം. നിങ്ങളിൽ എത്ര പേര് മഹിതം മലപ്പുറത്തിൽ ഈ കാര്യം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. മലപ്പുറത്തിന് ലോകത്ത് ഒരു വലിയ വിശേഷണമുണ്ട്. മലപ്പുറംകാർ എത്ര പേര് അത് അറിഞ്ഞു എന്നറിയില്ല. ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാഗസീൻ ലോകത്തിലെ ഏറ്റവും പ്രധാനമായി ഫ്ലറിഷ് ചെയ്യുന്ന, വളരുന്ന ഇടമായി മലപ്പുറത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളാരുമല്ല, മലപ്പുറംകാരല്ല, കേരളീയരല്ല, ഇന്ത്യക്കാരല്ല. 2ാമത് ചൈനയാണ്, ഷാർജയുണ്ട്, 7ാമത് ഷാർജയാണ്, മസ്കറ്റാണ്. ലോകത്തെ ഏറ്റവും പോസിറ്റീവ്ലി വളരുന്ന വികസിക്കുന്ന മേഖലയായി മലപ്പുറത്തെ തിരഞ്ഞെടുത്തു. അപ്പം മലപ്പുറത്തല്ല പ്രശ്നം, പകരം ഞങ്ങളുടെ ഇടയിലാണ്. ഞങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തിനുള്ളിലുള്ള ഞങ്ങൾ തന്നെ ശരിയാക്കേണ്ട കുറെ പ്രശ്നങ്ങളാണ്. അതാണ് പലപ്പോഴും നിങ്ങൾ കാണുന്ന വർഗീയതയായി, വിദ്വേഷമായി, വിദ്വേഷ രാഷ്ട്രീയമായി ഇസ്ലാമോഫോബിയ വരുന്നത്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു എൻഡ് ബൈ സേയിങ്, ആ ഇസ്ലാമോഫോബിയയുടെ അർത്ഥം മുസ്ലിം വിരോധമെന്നല്ല, പകരം ഹിന്ദു ആത്മീയ ശൂന്യത എന്നാണ്.
ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച രാവിലെ പോലെ, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ച പോലെ, ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ശനിയാഴ്ച സത്സംഗങ്ങളോ ഞങ്ങളുടെ ഇടയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് വരെ ഈ ശത്രുവിന് വേണ്ടിയുള്ള തെരച്ചിൽ എന്നും തുടരും. അതിന്റെ പല അനുരണങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കൂടുതൽ കാര്യം വരുന്നവരിൽ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. 1 മിനിറ്റ് കൂടുതൽ എടുത്തതിന് ക്ഷമയും ചോദിക്കും. താങ്ക് യു. പ്രിയപ്പെട്ട ഡോക്ടർ അനിൽ മുഹമ്മദാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. വേദിയിലുള്ള ബഹുമാന്യരെ, സമയം കൃത്യമായി പാലിക്കേണ്ടതുകൊണ്ട് വളരെ പെട്ടെന്ന് എൻ്റെ പോയിന്റുകൾ അവതരിപ്പിക്കാം. പണ്ട് വലിയ കൊള്ളക്കാരനും കഞ്ചാവുകാരനും വലിയ കുഴപ്പക്കാരനുമായ ഒരാളിനെ സത്യവ്രതൻ എന്ന് പേരിട്ടു. ഒരു പാവം നല്ല ഉസ്താദ്, പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിനെ ഷെയ്ത്താൻ ഉസ്താദ് എന്നും വിളിച്ചു. അത് വിളിക്കാൻ കാരണം കുട്ടികളെ ഒരുപാട് അടിക്കുന്നത് കൊണ്ട് കുട്ടികളിട്ട പേരാണ് ഈ ഷെയ്ത്താൻ ഉസ്താദ് എന്ന്. ഈ മലപ്പുറത്തിൻ്റെ പേര് തന്നെ ഒരു ഫലിതം പോലെ ഞാൻ ചിന്തിക്കാറുണ്ട്. പണ്ട് മുതലേ പേരുദോഷമുള്ള ഒരു സ്ഥലമായി പാവം മലപ്പുറം മാറുന്നു എന്നുള്ളതൊരു സത്യമാണ്. ഒരുപാട് മലയുടെ പുറത്ത് നിൽക്കുന്നത് വയനാടാണ്, ഒരുപാട് വയലുകളുള്ളത് മലപ്പുറത്തുമായിരുന്നു. പക്ഷെ പേരിട്ടോന്മാർ ഈ താഴെ നിൽക്കുന്ന മലയെ മലപ്പുറമെന്നും ഒരുപാട് മേളിൽ നിൽക്കുന്ന സ്ഥലത്തെ വയനാടെന്നും പേരിട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു, നിലപാടുകൾ, നന്മകൾ, ധൈര്യം, സ്ഥൈര്യം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൊണ്ട് മലയോളം ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാവണം മലപ്പുറത്തിന് അങ്ങനെ പേരിട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ട് മലപ്പുറം ജില്ല ഉണ്ടാക്കിയപ്പോൾ മുഴക്കിയൊരു മുദ്രാവാക്യമുണ്ട്: മലയോളം ഉറച്ചതല്ലേ ഈ മലപ്പുറം ജില്ല, മരിച്ചാലും മറക്കൂല മലപ്പുറം ജില്ല. ഇത് അന്ന് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ എല്ലാവരും പാടി നടന്നതാണ്. അങ്ങനെ ഒരു മരിക്കാത്ത വികാരമായി ഉള്ളിൽ മലപ്പുറം ജില്ല കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനം രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ലോകത്ത് വളരുന്ന സ്ഥലമെന്നൊക്കെ പറഞ്ഞില്ലേ, വളരാൻ എളുപ്പം കാശിത്തുമ്പയായി വളരുന്നതാണ്. ഒരു തുളസിയാണെന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ചുവട്ടിൽ ചൂടുവെള്ളം ഒഴിക്കാൻ ഒത്തിരി പേര് നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ വളരുന്ന എക്കണോമിക് സോണായി മലപ്പുറത്തെ ഏതോ റിപ്പോർട്ട് സൂചിപ്പിച്ചത് നന്മയ്ക്ക് വേണ്ടിയാണോ തിന്മയ്ക്ക് വേണ്ടിയാണോ ചൂടുവെള്ളം ഒഴിക്കാനാണോ എന്നുള്ളത് ഇനി കാലം തെളിയിക്കേണ്ട വസ്തുതയാണ്. പിന്നെ മലപ്പുറം ഒരു എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് പോലെ, നൈം ചെയ്യുന്നത് പോലെ ഒരു സ്പെസിഫിക്കായ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേതായി വർഗീകരിച്ച് ചിത്രീകരിക്കേണ്ട ഒരു കാര്യമില്ല. കേരളത്തിൽ അറിയപ്പെടുന്ന 3 ഹിന്ദു രാജവംശത്തെ സംഭാവന ചെയ്തത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയുടെ വടക്കൻ ഭാഗമായ വള്ളുവനാട് നിന്നാണ് വള്ളുവ കോനാതിരി അങ്ങനെ പോയി കൊച്ചി സാമൂതിരിയായി മാറുന്നത്. പിന്നെ മലപ്പുറം ജില്ലയുടെ തെക്കായ ഏറനാട് നിന്ന് പോയ ഏറനാട് മൂപ്പനൊക്കെയാണ് കൊച്ചി രാജാവായി മാറുന്നത്. മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്താണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറയുന്ന, നമ്മുടെ മുസ്ലിം ഭാഷയിൽ പറഞ്ഞാൽ ഫത്വ വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരല്ല, ഫത്വ പുറപ്പെടുപ്പിക്കാൻ ഹിന്ദു സമുദായത്തിൽ അധികാരമുള്ള അവരും ജീവിച്ചു പോരുന്നത്. നിങ്ങളുടെ ടൈറ്റിലിൽ പറഞ്ഞതുപോലെ മലപ്പുറത്തെക്കുറിച്ച് അറിഞ്ഞവർക്കാർക്കും അധികം ഒന്നും പറയാനില്ല. വെറുതെ പറയുന്നവർക്ക് മാത്രമാണ് മലപ്പുറത്തെക്കുറിച്ച് വിദ്വേഷം പറയാനുള്ളത്. അറിഞ്ഞവർക്കും അനുഭവിച്ചവർക്കും അത്തരത്തിൽ യാതൊരു കാര്യവുമില്ല. മലപ്പുറത്തിൻ്റെ വേറൊരു പ്രത്യേകത, ഞാൻ MSW പഠിച്ചത് സാമൂഹ്യ മൂലധനത്തെക്കുറിച്ചാണ്. സാമ്പത്തിക മൂലധനം എല്ലാവർക്കും അറിയാം, അതിൻ്റെ വളർച്ച, അതിൻ്റെ ഡെപ്പോസിറ്റ്, അത് എവിടിട്ടാൽ കൂടും, എവിടിട്ടാൽ പെരുകും, എങ്ങനെ പെരുക്കാം, അതൊക്കെ നമുക്കറിയാം. പക്ഷേ സാമൂഹ്യ മൂലധനം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. കൊള്ളക്കൊടുക്കയിലൂടെ നിലനിൽക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിലൂടെ നിലനിൽക്കുന്ന, ചേർത്ത് പിടിക്കുന്നതിലൂടെ നിലനിൽക്കുന്ന, അത്തരത്തിലുള്ള പങ്കുവെക്കലിലൂടെ, സഹായിക്കലിലൂടെ, ചേർത്ത് പിടിക്കലിലൂടെ നിലനിൽക്കുന്ന സാമൂഹ്യ മൂലധനം എന്ന് പറയുന്നത് മലപ്പുറംകാരായ എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യർക്കും അഭിമാനപൂർവ്വം അഹങ്കരിക്കാം. അത് മലപ്പുറം ജില്ലയ്ക്കാണ് കൂടുതൽ. സാമ്പിൾ പോപ്പുലേഷനിലൂടെ പഠിച്ചപ്പോൾ മലപ്പുറം ജില്ലയാണ് അതിൽ ഒന്നാമതായി എത്തിയത്. മലപ്പുറം ജില്ല ലോകത്ത് തന്നെ പ്രശസ്തമായി എന്തും അഭിമാനപൂർവ്വം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് സംസ്കൃതത്തിലും, രാമാനുജൻ തുഞ്ചത്തെഴുത്തച്ഛന് മലയാളത്തിലും, മൊയിൻകുട്ടി വൈദ്യർക്ക് അറബി മലയാളത്തിലും കാവ്യം രചിക്കാൻ കഴിഞ്ഞ ഈ 3 ഭാഷകളെ ഒരുപോലെ സമന്വയിപ്പിച്ച ലോകത്തിലെ അക്കാലത്തെ ഏക നഗരം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. അവർക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി മറ്റൊരു ചരിത്രമുണ്ട്. ആർക്കു മുന്നിലും മുട്ടുമടക്കാതെ, സന്ധി ചെയ്യാതെ, തല ഉയർത്തി നിന്ന് സാമ്രാജ്യത്വവാദികളോട് ഏറ്റുമുട്ടിയ മഹത്തായ പാരമ്പര്യം അവകാശപ്പെടാൻ കേരളത്തിൽ നിന്നല്ല, ലോകത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ മറ്റൊരു ജില്ലയ്ക്കും ആവില്ല എന്ന് തെളിയിച്ച ജില്ലയാണ് മലപ്പുറം ജില്ല.
1885 മദ്രാസ് പ്രൊവിൻസിൽ നിന്ന് ഇറക്കിയ ഉത്തരവ് പ്രകാരം 59,685 രൂപ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിന് സാമ്പത്തിക കുറ്റം ചുമത്തി അത് വസൂലാക്കിയ ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയാണ്. അത് മലപ്പുറത്തിൻ്റെ മഹിതമായ ഒരു പാരമ്പര്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മരിച്ചത് എവിടെ നിന്നാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പങ്ക് വെച്ചുമ്പോൾ നിങ്ങൾക്ക് എന്ത് പങ്ക്, നിങ്ങൾ എന്ത് ചെയ്തു, അത് തെളിയിക്കണമെന്ന് 1000 പേര് അവകാശപ്പെടുമ്പോൾ മറ്റ് പല സ്ഥലങ്ങളിലും പലതിനോടും സന്ധി ചെയ്ത് പലതിനോടും കീഴടങ്ങി കപ്പം വാങ്ങിച്ച് ബ്രിട്ടീഷുകാരന് വേണ്ടി പലതും ചെയ്തപ്പോൾ തല ഉയർത്തി നിന്ന് തൻ്റെ ഇടത്തോടെ ബ്രിട്ടീഷുകാരൻ പോകാൻ പറഞ്ഞ നിൻ്റെ ഭാഷയും വേണ്ട, നിൻ്റെ വസ്ത്രവും വേണ്ട, നിൻ്റെ സംസ്കാരവും വേണ്ടെന്ന് ദൂരേക്ക് വലിച്ചെറിഞ്ഞ മഹത്തായ പാരമ്പര്യമുള്ളത് മലപ്പുറത്തിനാണ്. ഇന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർക്കൊരു ബുദ്ധിയുണ്ട്. അവരിപ്പോഴത്തെ കൊല്ലാണ് പല നറേറ്റീവുകളും എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഞാൻ രാഹുൽ ഈശ്വർ ഇവിടെ അവതരിപ്പിച്ച ലോക സംഗതിയിൽ മലപ്പുറം കുതിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും വാഗൺ ട്രാജഡി. എന്താ വാഗൺ ട്രാജഡി ആയിപ്പോയെ? വാഗൺ മാസേക്കറാണ്, വാഗൺ കൂട്ടക്കൊലയാണ്. ട്രാജഡി എന്ന് പറഞ്ഞാൽ അബദ്ധവശാൽ സംഭവിക്കുന്നതാണ്. പക്ഷേ വാഗൺ ട്രാജഡി അല്ല. ജാലിയൻ വാലാബാഗ് പോലെ ഇന്ത്യയെ നോവിച്ച, ഇന്ത്യയുടെ ആത്മാവിനെ മുറിച്ച ഏറ്റവും വലിയ കൂട്ടക്കൊല പോലെയുള്ള മഹത്തായ ഈ സ്വാതന്ത്ര്യ സമരത്തിലെ തികഞ്ഞൊരു അധ്യായമാണ് വാഗൺ ട്രാജഡി. പക്ഷെ നമ്മളെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് വാഗൺ എന്താ പറയുക ട്രാജഡി എന്നാണ്. വാഗൺ മാസേക്കറാണത്. മലപ്പുറത്തിന് വേറെയുണ്ട് മഹിതമായ പാരമ്പര്യം. ഈ കാലഹരണപ്പെട്ടു പോകുന്ന കാലത്ത്, കുടുംബ ബന്ധങ്ങൾ പോലും തമസ്കരിച്ചു പോകുന്ന കാലത്ത്, രക്തബന്ധങ്ങൾ പോലും വലതിനും വഴിമുറിയുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ 2 കുടുംബങ്ങളാണ് രാഷ്ട്രീയത്തിലും സാമൂഹികത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്നത്. ഒന്ന് നെഹ്റുവിൻ്റെ കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ വാതിൽ സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിടാറുണ്ട്. എന്നാൽ അങ്ങനെ അടച്ചിടാത്ത തുറന്ന വാതിലുള്ള കേരളത്തിലൊരു കുടുംബമുണ്ട്. അത് സാക്ഷാൽ പാണക്കാട് കുടുംബമാണ്. അത് മലപ്പുറത്തിൻ്റെ മഹിത പാരമ്പര്യത്തിൻ്റെ അടയാളമാണ്. ഞാൻ ഈ അടുത്ത സമയത്തും അവിടെ പോയിരുന്നു. ആളുകൾക്ക് കയറി ചെല്ലാൻ, ഇഷ്ടപ്പെട്ട പേരുകളിൽ വിളിക്കാൻ, ആ പാരമ്പര്യം അവകാശപ്പെടുന്ന കേരളത്തിൽ അങ്ങനെ നിലനിൽക്കണമെങ്കിൽ അതൊരു അസാധ്യമായ കാര്യമാണ്. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞിട്ടും ഒരു കുടുംബത്തിനോടുള്ള ഇഷ്ടം ഒരുപക്ഷെ ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ പറയുമ്പോഴും നിങ്ങൾ ആത്മാർത്ഥമായി കൈയടിക്കുന്നത് അതിലൂടെയാവും. ഏറ്റവും അവസാനമായി വേദിയുടെ ഔപചാരികതയ്ക്ക് വേണ്ടി പറയല്ല, മലപ്പുറത്തിൻ്റെ മഹിത പാരമ്പര്യത്തിന് പണ്ട് നമ്മളൊരു പരസ്യമുണ്ടല്ലോ, ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം എന്ന് പറഞ്ഞതുപോലെ KMCC എവിടെയോ അവിടെയാണ് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സഹായത്തിൻ്റെയും സമാനതകളില്ലാത്ത മാതൃക എന്ന് പറയാൻ കഴിയുന്നതും മലപ്പുറത്തിൻ്റെ ഒരു മഹിത പാരമ്പര്യമാണ്. ഇതൊക്കെ മലപ്പുറത്തെ വേർതിരിച്ച് നിർത്തുന്നതാണ്. മരണപ്പെട്ടു പോയ കുട്ടി അഹമ്മദ് കുട്ടി സാറ് മുതൽ പരപ്പനങ്ങാടിയിലെ ഒരു ഓട്ടോ ഡ്രൈവർ വരെയുള്ള ആളുകൾ ഈ മലപ്പുറത്തിൻ്റെ ചില സംഗതികൾ ഞാനുമായി വ്യക്തിപരമായ യാത്രക്കിടയിൽ പലപ്പോഴും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ്. ഞാൻ സമയം നോക്കിയില്ല, സമയം ദീർഘമായിട്ടുണ്ടാവും. ഏതായാലും ഞാൻ ഒരുപാട് വിശദീകരിച്ച് പോകുന്നില്ല. ഇതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ നിരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് മലപ്പുറം, അവിടുത്തെ മനുഷ്യർ, നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യർ, നിങ്ങൾ ആര് എന്ത് വിദ്വേഷം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞാലും, ഏത് വിദ്വേഷത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങളുടെ കയ്യിലോട്ട് തരുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചെങ്കിലേ അത് നിങ്ങൾക്ക് സ്വന്തമാവും. അതെടുക്കുന്നവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ നാഭിയിൽ വെച്ച് ഉടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് മലപ്പുറത്തിനെതിരെ പറയുന്ന ഏത് നിലവാരമില്ലാത്ത വിദ്വേഷത്തെയും നിന്റെ കയ്യിൽ മനോഹരമായി വെച്ചുകൊള്ളൂ എന്ന് പറയാൻ മലപ്പുറത്തെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർക്കാവണം. ആരുടെയും ഒരു വാദഗതികളും ഒരു വിദ്വേഷവും നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പര ബന്ധത്തിൻ്റെയും ഒക്കെ മനോഹരമായ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല പോലെയൊക്കെയുള്ള ലോകോത്തരമായ പലതും മാതൃകയാക്കിയ മലപ്പുറത്തിൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങൾ മായ്ച്ചു കളയരുത്. ആ മുദ്രാവാക്യ സമയത്ത്, തുടങ്ങിയ സമയത്ത് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം അവസാനം വരെ പുതിയ തലമുറയിലും ഒരു ശബ്ദമായി ഹൃദയത്തിലുണ്ടാവണം. മല പോലുറച്ചതല്ലേ മലപ്പുറം ജില്ല, മരിച്ചാലും മറക്കൂല മലപ്പുറം ജില്ല. താങ്ക് യു ഡോക്ടർ അനിൽ. അടുത്തതായി MSFന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പ്രിയപ്പെട്ട PK നവാസ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ KMCCയുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നല്ലവരായ സുഹൃത്തുക്കൾ,
നമ്മുടെ അതിഥികളായി എത്തിയ മാന്യ വ്യക്തിത്വങ്ങൾ, സുഹൃത്തുക്കൾ, സമയപരിമിതിയുണ്ട്. 9:11 8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 9:19 എൻ്റെ സംസാരം അവസാനിപ്പിക്കണം. മലപ്പുറം അറിഞ്ഞതും പറഞ്ഞതും എന്നതാണ് ഈ ചർച്ചയിലെ ഒരു അജണ്ട. ആദ്യമായി ഈ സംഘാടനത്തിന് നേതൃത്വം കൊടുക്കുന്ന മലപ്പുറം ജില്ലാ KMCCയെ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ ആൾക്കൂട്ടത്തേക്കാൾ, അല്ലെങ്കിൽ ഈ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന KMCCയുടെയോ അല്ലാത്തതോ ആയ ഈ ജനക്കൂട്ടത്തേക്കാൾ എനിക്ക് ആകർഷണമായി തോന്നിയത് ഒരു സബ്ജക്റ്റ് ചർച്ചയ്ക്ക് കിടക്കുകയും അത് മനോഹരമായി ചർച്ച ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു പാനൽ ഉണ്ടാക്കി ഒരു ഡിസ്കഷൻ നടത്തുന്നു, അക്കാദമിക തലത്തിൽ ഒരു ചർച്ച നടത്താൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നത് ഏറെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, മലപ്പുറം ജില്ലയുടെ രൂപീകരണ കാലം മുതൽ ഈ ജില്ലയ്ക്ക് മുകളിൽ ഒരു ചാപ്പകുത്തലിൻ്റെ രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട്. 956 രാജ്യത്ത് ഫസൽ അലി കമ്മീഷന്റെ ഭാഗമായി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൽ 956 നവംബർ 1 കേരളം അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ 5 ജില്ലകളാണ് കേരളത്തിലുള്ളത്: തിരുവനന്തപുരവും, കൊല്ലവും, കോട്ടയവും, തൃശ്ശൂരും, പിന്നെ മലബാറും. രൂപീകരണ കാലത്ത് തന്നെ അശാസ്ത്രീയത ഉണ്ട് എന്ന് പറയാനാണ് ഞാനത് സൂചിപ്പിച്ചത്. അതിനുശേഷം രൂപീകരിക്കപ്പെട്ട വിവിധ ജില്ലകളുണ്ട്. 57 കോഴിക്കോട് ജില്ല, 57 തന്നെ ആലപ്പുഴ ജില്ല, 58 എറണാകുളം ജില്ല. പിന്നെ ചർച്ച വന്ന ഒരു ജില്ല 960 മലപ്പുറം ജില്ലയാണ്. 960 കേരള നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ അറിയാം, 960 നിയമസഭക്കകത്ത് മങ്കടക്കാരനായ നിയമസഭാ സാമാജികൻ മജീദ് എന്ന് പറയുന്ന ഒരു MLA മലപ്പുറം ജില്ല എന്ന വാദം ഉന്നയിക്കുകയും ഏറനാടിൻ്റെയും വള്ളുവനാടിൻ്റെയും ഗ്രാമീണ മേഖലയും കോഴിക്കോടിൻ്റെയും പാലക്കാടിൻ്റെയും ഗ്രാമീണ പ്രദേശവും കൂട്ടിച്ചേർത്ത് മലപ്പുറം എന്ന് പറയുന്ന ഒരു പുതിയ ജില്ല വേണമെന്ന് 960 ആവശ്യം ഉന്നയിക്കുമ്പോൾ 1 വർഷമോ 1.5 വർഷമോ കൊണ്ട് കേരളത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് മുമ്പേ കോഴിക്കോടും ആലപ്പുഴയും എറണാകുളം രൂപീകരിക്കപ്പെടുകയും 72 ഇടുക്കിയും 80 വയനാടും 82 പത്തനംതിട്ടയും ഏറ്റവും അവസാനം 84 കാസർഗോഡ് രൂപീകരിക്കപ്പെടുമ്പോൾ അതിന് ചർച്ചയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 1 വർഷമോ 1.5 വർഷമോ ആണ്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും മലപ്പുറം ജില്ല പിറവിയെടുക്കാൻ 9 വർഷത്തെ സുദീർഘമായ ചർച്ചകൾ ആവശ്യമായി വന്നു. സഭക്കകത്ത് 60 ആവശ്യം ഉന്നയിച്ച് സഭക്കകത്തും പുറത്തുമായി 9 വർഷം ഈ ജില്ല പിറവിയെടുക്കുന്നതിനെ കുറിച്ച് ആ കാലത്ത് വലിയ ചർച്ചകൾ നടന്നു. എന്ന് വെച്ചാൽ രൂപീകരണ കാലത്തു തന്നെ വലിയ വിവാദങ്ങളുടെയും വലിയ ചർച്ചകളുടെയും വലിയ ഇടപെടലുകൾക്കും ഇടം നൽകിയിട്ടുള്ള ഒരു ജില്ലയുടെ പിറവിയാണ് മലപ്പുറത്തിൻ്റെ കഥ പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട രൂപീകരണ സമയത്തുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇന്നും പ്രസക്തമാണ്. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രസംഗിച്ച വാചകങ്ങളും 960 ഈ ജില്ല രൂപീകരിക്കപ്പെടുന്ന ചർച്ചകൾ 960 ആരംഭിക്കുകയും 69 പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഷയിലെ അർത്ഥങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രിയിലും അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിലും ഉണ്ടായിരുന്നു എന്ന് വേദനയോടുകൂടി നമ്മൾ പങ്കുവെക്കുകയാണ്. അത് ആ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മലപ്പുറം എന്ന് നിയമസഭക്കകത്ത് ഈ മജീദ് എന്ന് പറയുന്ന MLA പറയുമ്പോൾ അന്ന് ആദ്യത്തെ ലേഖനം വന്നത് രാജ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അന്നത്തെ രൂപമായ ജനസംഘത്തിന്റെ ഒരു സർക്കുലറാണ്. അതിൽ മലപ്പുറം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതിനവർ എഴുതിയത് മാപ്പിളസ്ഥാൻ എന്ന് എഴുതിക്കൊണ്ടാണ് ലേഖനം എഴുതിയത്. എന്ന് വെച്ചാൽ 60 മലപ്പുറത്തിന്റെ ഒരു ചിന്തയെ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അതിന് വർഗീയതയുടെ ചാപ്പ കൊണ്ട് പ്രതിരോധം തീർക്കാൻ അന്നത്തെ സംഘപരിവാർ സംഘങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന വിവിധ ചർച്ചകളുണ്ട്. ഞാൻ പറഞ്ഞു, വിവിധ ജില്ലകൾ പിറക്കുമ്പോൾ 1 വർഷമോ 1.5 വർഷമോ പരമാവധി ദൈർഘ്യമെടുത്ത ജില്ലകൾ പിറക്കുമ്പോൾ മലപ്പുറം മാത്രം ഇത്രമേൽ വലിയ ദൈർഘ്യത്തിലേക്ക് പോയി. അവിടെ ഉണ്ടാകുന്ന ചർച്ചകളുണ്ട്. ആ ചർച്ചകളിൽ പങ്കെടുത്തത് ഗോൾവാക്കറാണ്. AB വാജ്പേയി ആണ് തിരുവനന്തപുരത്ത് വന്ന് അതിനെതിരെയുള്ള സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് ആരംഭിച്ച ഒരു അതിജീവനമുണ്ട് മലപ്പുറത്തിന്റെ. അത് 69 9 വർഷത്തെ നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടിയിൽ ഈ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ട് ഇന്ന് 2024 നമ്മൾ എത്തി നിൽക്കുമ്പോഴും കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി ചേലക്കരയിൽ പ്രസംഗിക്കുമ്പോഴും കണ്ണൂരിൽ അദ്ദേഹം ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുമ്പോഴും ആ ധ്വനിയും ആ തരത്തിലുള്ള സംസാരത്തിന്റെ ശൈലിയും വിട്ടുമാറിയിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് മലയാളി സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സമയപരിമിതി മൂലം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ മലപ്പുറം മനോഹരമായി അത്തരം വാദങ്ങളോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ രൂപീകരണ സമയത്തുണ്ടായ വിവാദങ്ങളോടൊക്കെ മലപ്പുറം പറഞ്ഞ മറുപടി ഉണ്ട്. അത് ഏറ്റവും മനോഹരമായി ഞാൻ വായിച്ചത് ഷംസുദ്ദീൻ മുബാറക്കിന്റെ മലപ്പുറം മനസ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകത്തിനകത്താണ്.
ആ പുസ്തകത്തിൽ പഴയ കാലങ്ങളിലെ പാരമ്പര്യങ്ങളെക്കുറിച്ചല്ല, നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞല്ലോ, താമര വിരിയുന്ന മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ താമരകൾ അമ്പലങ്ങളിലേക്ക് വിശ്വാസികൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്ന മലപ്പുറത്തെ ജനതയും അതിന് പണം വേണ്ടെന്ന് പറയുന്ന മലപ്പുറത്തുകാരുമുള്ള ജില്ലയാണ് ഈ ജില്ല എന്ന് അഭിമാനത്തോടു കൂടി നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. അവിടെ മാത്രമല്ല, ക്ഷേത്രങ്ങൾ തീയ നിശ്ചയിക്കപ്പെടുമ്പോൾ ഞങ്ങൾ നിശ്ചയിക്കാമെന്ന് പറയുന്ന മുസ്ലിം തറവാടുകളുള്ള ജില്ലയായി മലപ്പുറം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത് അതിൻ്റെ മാനവികമായ മൂല്യമാണ് എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ക്രൈസ്തവ സഹോദരനായ മകനെ തൻ്റെ കുടുംബാംഗമായി സ്വീകരിക്കുകയും ഒരു ഘട്ടത്തിൽ പോലും മതം മാറരുതെന്ന് പറഞ്ഞ് അവനെ കൂടെ കൂട്ടുകയും ചെയ്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന ആ മകൻ ഞാൻ മലപ്പുറത്തിന് വർഗീയതയുടെ ചാപ്പ കുത്തുമ്പോൾ ഞാൻ അതിൻ്റെ പ്രതിരോധത്തിൻ്റെ അടയാളമാണ് എന്ന് വിദേശ നാട്ടിൽ നിന്ന് പറയുന്ന മനോഹരമായ വാചകം കേട്ടതും ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ്. എന്ന് വെച്ചാൽ മലപ്പുറം തന്നെ മലപ്പുറത്തിനെതിരെയുള്ള ചാപ്പകുത്തലുക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഈ ജില്ലയുടെ പാരമ്പര്യം അത് തന്നെയാണ്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ജില്ലക്ക് 3 ഭാഷകളിലെ ഏറ്റവും മഹത്തായ ഗ്രന്ഥങ്ങൾ രചിക്കാൻ അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ അത് മലപ്പുറത്തിനാണ്. നമുക്കറിയാം, മലയാള ഭാഷയുടെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ നമ്മുടെ ജില്ലക്കാരനാണ്. സംസ്കൃതവുമായി ബന്ധപ്പെട്ട ഏറ്റവും മഹത്തായ കൃതികൾ വന്നിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടനമ്പൂതിരിപ്പാട് നമ്മുടെ ജില്ലക്കാരനാണ്. അറബ് ഭാഷയുമായി ബന്ധപ്പെട്ട് അറബിയിൽ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തൂഫത്തുൽ മുജാഹിദീൻ ഉൾപ്പെടെ എഴുതിയ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം മലപ്പുറത്തുകാരനാണ്. അങ്ങനെ മലപ്പുറത്തിനൊരു പാരമ്പര്യമുണ്ട്. KKN കുറിപ്പ് തൻ്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരിക ഫ്രഞ്ച് വിപ്ലവമാണ്, ഫ്രഞ്ച് റവല്യൂഷനാണ്. അത് എന്താണ് എന്ന് KKN പറയാൻ അദ്ദേഹം പറഞ്ഞത്, ബ്രിട്ടീഷുകാരനെതിരെ ചെറുത്തു നിന്ന മലപ്പുറത്തിന്റെ പോരാട്ടത്തിന് അവിടുത്തെ മുസ്ലിയാക്കന്മാർ നേതൃത്വം കൊടുക്കുമ്പോൾ മതത്തിന്റെ നിറമുണ്ടായിരുന്നില്ല, ഈ നാടിനോടുള്ള വൈകാരികതയായിരുന്നു. അത് റൂസോ നേതൃത്വം കൊടുത്ത ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യപ്പെടുത്താനാണ് ഞാൻ തയ്യാറാകുന്നത് എന്ന് KKN പറയുമ്പോൾ ഈ ജില്ലയുടെ അഗ്നിവേശ വിരുദ്ധ പോരാട്ടം അതിന്റെ പരമാവധിയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ജില്ല ഒരു പോരാട്ടത്തിന്റെ കഥ പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നത്, ഇന്ന് ഈ ജില്ലക്ക് നേരിൽ ഒരു മതത്തിന്റെ പേരിൽ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നു. ഈ ജില്ല ഒരു മതത്തിൻ്റെത് മാത്രമാണെന്ന് പറയാൻ ശ്രമിക്കുന്നു. ആ പാലക്കാടിൽ ഒരു ആന ചെരിയുമ്പോൾ അത് മലപ്പുറത്താണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. 6 ജില്ലകൾ ഉപയോഗിക്കുന്ന ഒരു എയർപോർട്ടിൽ എല്ലാ സഞ്ചാരികളും പോകുമ്പോൾ ക്രിമിനലുകൾ അവിടെ അത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുമ്പോൾ അതൊരു ജില്ലക്ക് മുകളിൽ ചുരുക്കി കാണിക്കാൻ വേണ്ടി രാഷ്ട്രീയമായ ഗൂഢാലോചനകൾ നടത്തുമ്പോൾ നമ്മൾ പറയുന്നത് മലപ്പുറത്തിനൊരു മതമുണ്ട്. ആ മതം ഇസ്ലാമല്ല, ആ മതം ഹിന്ദുവല്ല, ആ മതം ക്രിസ്ത്യാനിയല്ല, അത് സ്നേഹത്തിന്റെ മതം ഹൃദയത്തിൽ പേറുന്ന ജില്ലയുടെ പേരാണ് മലപ്പുറം ജില്ല എന്നവരെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് തുഞ്ചന്റെ മലപ്പുറമാണ്, ഇത് പൂന്താനത്തിന്റെ മലപ്പുറമാണ്, ഇത് മേൽപ്പത്തൂർ ഭട്ടനമ്പൂതിരിപ്പാടിന്റെ മലപ്പുറമാണ്, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ മലപ്പുറമാണ്, നികുതി നിഷേധ പോരാട്ടങ്ങൾക്ക് ഇന്ത്യക്ക് മാതൃക കാണിച്ച ഉമർ ഖാളിയുടെ മലപ്പുറമാണ്, വലിയ രചനകൾ നടത്തിയ മക്തി തങ്ങളുടെ മലപ്പുറമാണ്. ഇവിടെ ചന്തുമേനോന്റെ ഇന്ദുലേഖ പിറന്നത് കോഴിക്കോട്ടുകാരനാണെങ്കിലും അതിന് പിറവിയെടുത്തത് മലപ്പുറത്തെ പരപ്പനങ്ങാടിയാണ്. ഇന്ദുലേഖ പിറന്ന മണ്ണാണ് മലപ്പുറത്തിന്റെ മണ്ണ്. കേരളത്തിന്റെ കലാമണ്ഡലം ഇന്ന് അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കുമ്പോൾ ഇത് വള്ളത്തോളിന്റെ മണ്ണാണ് എന്ന് നമ്മൾ മലയാളിയെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഇടശ്ശേരിയുടെയും ഉറൂബിന്റെയും മണ്ണാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. നേരത്തെ അനിൽ സാറ് പറഞ്ഞു, മലപ്പുറത്ത് നിന്ന് മാനവികതയുടെ ഒരു സന്ദേശം നൽകി. ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ജാഥയിൽ പങ്കെടുക്കുമ്പോൾ, ഈ പ്രിയങ്കനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ജാഥയിൽ പങ്കെടുക്കുമ്പോൾ കണ്ണൂരിൽ വെച്ചുകൊണ്ട് ഒരു അച്ഛൻ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, മലപ്പുറത്തിന് കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ആഭ്യന്തരമന്ത്രിയെ നോക്കാറില്ല, ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നോക്കാറില്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നോക്കാറില്ല, ഞങ്ങൾ ഒരിടത്തേക്ക് ശ്രദ്ധിക്കാറുണ്ട്. അവിടുന്ന് ഒരു ആഹ്വാനം വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അത് പാണക്കാട് തറവാട്ടിലേക്കാണ് ഞങ്ങൾ നോക്കാറുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞ പാണക്കാട് കുടുംബത്തിന്റെ മലപ്പുറമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഹൈന്ദവ കുടുംബം, നമ്മൾ പാണക്കാട് കുടുംബത്തെ എങ്ങനെ കാണുന്നു എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിലെ ബ്രാഹ്മണ സമൂഹം എങ്ങനെയാണ് ആഴ്വഞ്ചേരി തമ്പ്രാക്കന്മാരെ കാണുന്നത് എന്ന് നമുക്കറിയാം. ഇത് ആഴ്വഞ്ചേരി തമ്പ്രാക്കന്മാരുടെ നാടാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ EMS നമ്പൂതിരിപ്പാടിന്റെ നാടാണ്. ഇത് വൈദ്യമേഖലയിൽ വലിയ വിപ്ലവങ്ങൾ നടത്തി ലോകത്തിന് മാതൃകയായ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ വാര്യരുടെ മലപ്പുറമാണ്. ഇതൊരു മതത്തിന്റെ പേരിൽ ചേർത്ത് കാണിച്ച്, ഇതേതെങ്കിലും ഒരു മതത്തിന്റെ പേരിലോ ഏതെങ്കിലും ചില ആളുകളെയോ ചൂണ്ടിക്കാണിച്ച് ചുരുക്കി കാണിക്കേണ്ട ജില്ലയല്ല. ഇന്ത്യയോളം വളർന്ന മലയാളി ദേശത്തിന്റെ പേരാണ് മലപ്പുറം എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ അറിഞ്ഞ മലപ്പുറം അതാണ്, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന മലപ്പുറവും അതാണ്. മറ്റുള്ളവർ മലപ്പുറത്തെക്കുറിച്ച് മറ്റെന്ത് പറയുമ്പോഴും ഈ പറഞ്ഞ മലപ്പുറത്തെയാണ് ഞങ്ങൾ മലയാളിക്ക് മുമ്പിൽ, ഇന്ത്യക്കാർക്ക് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ജയ്. പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ മറ്റൊരു പെർസ്പെക്റ്റീവിലാണ് നമ്മളോട് സംവദിച്ചത്. എന്തുകൊണ്ട് മലപ്പുറത്തിനെതിരെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദത്തിൽ. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ ഇടയിൽ, അതായത് ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ ഒരു ചെറുതായിട്ടുള്ളൊരു ന്യൂനപക്ഷം, തീവ്രമായൊരു വലതുപക്ഷ വിഭാഗം
ചില കാര്യങ്ങളിൽ കൊണ്ടു നടക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത്തരത്തിലുള്ള ന്യൂനപക്ഷം എല്ലാ വിഭാഗത്തിലുമുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു. അതൊരു ഹൈന്ദവകൾക്കിടയിലോ മുസ്ലിങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾക്കിടയിലോ മാത്രം നിലനിൽക്കുന്നതല്ല. എല്ലാ വിഭാഗത്തിലും ഇത്തരത്തിലുള്ള പോരായ്മകളെ പേറിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. മാലിക്കിനും ദിനേറും കൂട്ടരും കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ അവർ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചത് മലയാളക്കരയിലെ നാട്ടുരാജാക്കന്മാരായിരുന്നു, ഹൈന്ദവ രാജാക്കന്മാരായിരുന്നു. ഞങ്ങൾക്ക് ആരാധിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ ആ സൗകര്യം ഒരുക്കി കൊടുത്തത് അന്നത്തെ ഹൈന്ദവ രാജാക്കന്മാരായിരുന്നു. ഞങ്ങൾക്ക് ഇണകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇണകളെ ഉണ്ടാക്കി കൊടുത്തത് അന്നത്തെ അവിടുത്തെ ഇസ്ലാം എന്തെന്ന് പോലും അറിഞ്ഞിട്ടില്ലാത്തൊരു സമൂഹത്തിൽ നിന്നുള്ള പെണ്ണുങ്ങളെയായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ സംസ്കാരം ഉണ്ടായത്. കൊണ്ടും കൊടുത്തും തന്നെയാണ് അത് നിലനിൽക്കണം. ഞങ്ങൾ സൂചിപ്പിക്കുന്നത് മലപ്പുറത്തിൻ്റെ രൂപീകരണ വേളയിൽ മലപ്പുറം വിരുദ്ധമായിട്ടൊരു സംസ്കാരം ഉയർന്നു വന്നു. എനിക്ക് പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർജിയോട് ചോദിക്കാനുള്ളത്, ഇന്നായിരുന്നു അങ്ങനെ ഒരു ജില്ലയുടെ രൂപീകരണവുമായിട്ടുള്ള വാദം ഉടലെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ കയ്യിൽ മഹാനായ ഗാന്ധിജിയെ ടാറ്റു കുത്തിയിട്ടുണ്ട്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനായിരുന്നു മലപ്പുറം ജില്ലാ വിരോധത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും വലിയ നെടുന്തൂണായി നിലനിന്നിരുന്നത്. കേരള ഗാന്ധി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സത്യത്തിൽ അവിടെ നിന്നാണ് മലപ്പുറത്തിൻ്റെ ഒരു വിരുദ്ധ മനോഭാവം ഉടലെടുക്കുന്നത് എന്നുള്ളതാണ്. ആ വിരുദ്ധ നിലപാട് ഇന്നും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെയല്ല? ഇന്ന് മലപ്പുറം ജില്ല ജീവിച്ച് കാണിച്ചു കൊടുത്തു എന്താണ് മലപ്പുറത്തിൻ്റെ സംസ്കാരം എന്ന് അങ്ങ് ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കുന്നു. പക്ഷെ ഇതിങ്ങനെയാണെന്ന് തുറന്ന് പറയുവാൻ പലപ്പോഴും പലരും മടി കാണിക്കുന്നു എന്നുള്ളതാണ്. അവസാനമായി സി കെ പത്മനാഭൻ, BJPയുടെ പ്രസിഡന്റായിരുന്ന സി കെ പത്മനാഭൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇത് കൂടുതൽ കൂടുതൽ പറയപ്പെടേണ്ടതല്ലേ? കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ വാദങ്ങൾ എത്തേണ്ടതല്ലേ? അങ്ങയെപ്പോലെ കൃത്യമായിട്ടുള്ള മതബോധം നിലനിൽക്കുമ്പോഴും കൃത്യമായ വലതുപക്ഷ മനോബോധം ഉൾക്കൊള്ളുമ്പോഴും അല്ലെങ്കിൽ സവർണബോധം മനസ്സിൽ കാത്തു സൂക്ഷിക്കുമ്പോഴും മതനിരപേക്ഷത നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പല വേദികളിൽ പറയുന്ന അങ്ങയെപ്പോലുള്ളവർ ഈ മലപ്പുറത്തെക്കുറിച്ചുള്ള ഈ തെറ്റായ ധാരണ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാൻ പലപ്പോഴും മടി കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ കഥയാണ് പെട്ടെന്ന് ഒരു ഐഡിയ കൺവേ ചെയ്യാനുള്ള കഥയാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ എൻ്റെ വിരൽ തൊട്ട് നെറ്റി വിട്ടിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് നെറ്റി വേദനിക്കുന്നു. ഡോക്ടർ ഉടനെ നെറ്റിയിലെല്ലാം സ്കാൻ ചെയ്തു, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ കൈ ഇവിടെ തൊട്ടിട്ട് പറഞ്ഞു കൈ വേദനിക്കുന്നു. ഡോക്ടർ കൈയും സ്കാൻ ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ നെഞ്ച് തൊട്ടിട്ട് ഡോക്ടറെ എനിക്ക് ഇവിടെ വേദനിക്കുന്നു. ഡോക്ടർ അവിടെ സ്കാൻ ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല, എനിക്ക് വേദനിക്കുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞ് കാലിൽ തൊട്ടിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇവിടെ വേദനിക്കുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ തൊടുമ്പോൾ വേദന. ഞാൻ കാര്യമായിട്ട് ഡോക്ടർ എല്ലാ സ്ഥലത്തും ചെക്ക് ചെയ്തു, വേദനയില്ല. അവസാനമാണ് ഡോക്ടർക്കും എനിക്ക് മനസ്സിലായത് യഥാർത്ഥത്തിൽ ശരീരത്തിലല്ല, എൻ്റെ വിരൽ ഒടിഞ്ഞിരിക്കുകയാണ്. ഈ വിരൽ ഒടിഞ്ഞിരിക്കുന്ന വിരലുകൊണ്ട് എവിടെ തൊടുമ്പോഴും അതാണ് ഞാൻ വേദനയായി അനുഭവിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇതുപോലെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് പലപ്പോഴും മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ ഈ പ്രശ്നം ചെറുതായിട്ടെങ്കിലും മിസ് ഐഡന്റിഫൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ശരിയായി ഐഡന്റിഫൈ ചെയ്യാതിരിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ അവിടെയാണ് ഞാൻ പറഞ്ഞത്, മലപ്പുറം അല്ല അവിടുത്തെ പ്രശ്നം. ഇത് മലപ്പുറം ആകാം, രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ പതാക കണ്ടത് പാകിസ്ഥാന്റെ പതാകയാണെന്ന് പറയുന്നതാകാം, അല്ലെങ്കിൽ അങ്ങനെ കൊയ്ന മിത്ര ചെയ്തപ്പോൾ അതിനെ കറക്റ്റ് ചെയ്തത് ഞാനാണ്. അപ്പോൾ അങ്ങനെയല്ല, ഭാരതത്തിന്റെയും ഇന്ത്യയുടെയും കൂടെ മഹാത്മാഗാന്ധിയെ പിന്തുടർന്ന നമ്മുടെ കൂടെ നിന്ന മുസ്ലിം ലീഗിന്റെ പതാകയാണ്. അതിന് എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, മറുഭാഗത്ത് കേളപ്പജിയെ കുറിച്ച് ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞു. പ്രശ്നമെന്ന് പറഞ്ഞാൽ വിശിഷ്യ ഹിന്ദു മനസ്സിന്റെ, കുറെ കൂടെ സ്പെസിഫിക്കലി സവർണ ഹിന്ദു മനസ്സിന്റെ ഉള്ളിലുള്ള ഈ ആത്മീയ ശൂന്യത അപരത്വത്തിലൂടെ അല്ലെങ്കിൽ മറുഭാഗത്ത് ഒരാൾ നിൽക്കുന്നു എന്ന് കാണുമ്പോഴാണ് ആക്റ്റീവ് ആകുന്നത്. കുറച്ച് ശാസ്ത്രീയമായ ഒറ്റ വരിയിൽ പറഞ്ഞാൽ, മനുഷ്യർക്ക് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് വേണമെന്ന് പറയും. അതായത് എന്തിനോടെങ്കിലും ചേർന്ന് നിൽക്കുക, അതിനെയാണ് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയ എബ്രഹാം മാസ്ലോവിന്റെ തിയറിയാണ്. ഞങ്ങൾക്ക് പലപ്പോഴും അത് ഇല്ലാത്തതുകൊണ്ടാണ് സെൻസ് ഓഫ് അതർനെസ് ഉണ്ടാകുന്നത്. അതിന്റെ തെളിവും കൂടെ പറഞ്ഞ് ബാക്കിയുള്ളവരിലേക്ക് പോവാം. ഞാൻ പലപ്പോഴും പല വേദികളും പറയുന്നുണ്ട്, ശബരിമല യുവതി പ്രവേശന വിഷയം നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും. ഞങ്ങൾ അതിന് മുസ്ലിം ലീഗ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ബഷീർ സാറിനെയും കുഞ്ഞാലിക്കുട്ടി സാറിനെയും മുനീർ സാറിനെയും കണ്ടിട്ടുണ്ട്. അന്ന് മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും പല ആൾക്കാരും ഞങ്ങൾക്ക് നാരങ്ങ വെള്ളം, ഞങ്ങളുടെ അമ്മമാർക്ക് ആ നാരങ്ങ വെള്ളം കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങളെ ഇടതുപക്ഷക്കാർ കളിയാക്കാറുണ്ട്. അത് വേറെ, അതിന് നിങ്ങളെ ഇടതുപക്ഷക്കാർ കളിയാക്കാറുണ്ട്. ഞാനപ്പം പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ അമ്മമാരും മുത്തശ്ശിമാരെയും സ്വന്തം ഉമ്മമാരെ പോലെ കണ്ട് അവർക്ക് നാരങ്ങ വെള്ളം കൊടുത്ത ഈ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ നിലപാട് ഞങ്ങൾ ജീവനുള്ള മറക്കില്ല. കാരണം
പല ഞങ്ങളുടെ മക്കളും അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരും അറസ്റ്റിലായിരുന്നപ്പോൾ നിങ്ങൾ ആ സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ശത്രുവിനെ അന്വേഷിക്കുകയാണ്. ഇപ്പം ഞാനൊക്കെ ആക്ടിവിസം തുടങ്ങിയ കാലത്ത് ക്രിസ്ത്യാനികളായിരുന്നു പ്രധാന ശത്രുക്കളെ കണ്ടിരുന്നത്. കാര്യം മതപരിവർത്തനം ചെയ്ത് അവരിങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള ധാരണയായിരുന്നു. അപ്പോൾ ആരെങ്കിലും അപ്പുറത്ത് മതി. അവിടെയാണ് അങ്ങിതിനൊരു പ്രത്യയശാസ്ത്ര റൂട്ട് നോക്കിയാൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെളിയിൽ വരുന്നത് ഒരു പക്ഷേ RSS BJP സർക്കിൾസിൽ നിൽക്കുന്നതോടായിരിക്കാം. പക്ഷേ അതല്ല അതിൻ്റെ ബേസ്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും മുസ്ലിം വിരോധം പറയുന്നത്, മലപ്പുറം വിരോധം മാത്രമല്ല, മുസ്ലിം വിരോധം പറയുന്നത് ഹിമന്ത് ബിസ്വാ ശർമ്മയാണ്. ആസാം മുഖ്യമന്ത്രിയാണ്. കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിൻ്റെയോ BJPയുടെയോ അല്ല പ്രശ്നം. അവർക്ക് സ്പേസ് കിട്ടാനായി അവർ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഉദാഹരണം, മദ്രസകൾക്കെതിരെ നീക്കം നടത്തിയ പ്രിയങ്ക് കോങ്കു കഴിഞ്ഞ 3 ദിവസങ്ങൾക്കും എന്താ പ്രശ്നം എന്നറിയാമോ? ഒക്ടോബർ 17 അദ്ദേഹം വിരമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലാവധി തീരുകയാണ്. അപ്പോൾ തനിക്ക് ന്യൂസ് വാല്യൂ കിട്ടാൻ, തനിക്ക് എന്തെങ്കിലും പ്രാധാന്യം കിട്ടാൻ പുള്ളി ചെയ്യുന്നതാണ്. ശബരിമല യുവതി പ്രവേശന വിഷയം കണ്ടിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ശബരിമല വിധിയുടെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? മുസ്ലിം സമൂഹത്തിന്റെ പേഴ്സണൽ ലോസ് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്ന് മുസ്ലിം ലീഗിന്റെ മുസ്ലിം സമൂഹത്തിന്റെയും ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും പേഴ്സണൽ ലോസ് ഡയല്യൂട്ട് ചെയ്യുക എന്നുള്ള ടാക്ടിക്കലാണ് വരുന്നത്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് രാഹുൽ ഈശ്വർ മാത്രം പറഞ്ഞതല്ല, ഇത് നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞ ഒരേ ഒരു കോൺഗ്രസ് നേതാവ് നമ്മുടെ രമേശ് ചെന്നിത്തലജിയാണ്. ദേശീയ തലത്തിൽ അദ്ദേഹത്തെ പോലെ ഒരുപാട് പേര് അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഈ ആത്മീയ ശൂന്യത റിവേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, അപ്പുറത്ത് പ്രശ്നക്കാരുണ്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടയിൽ ആളെ കൂട്ടാനാണ്, ഞങ്ങളുടെ ഇടയിൽ ഒരു ഓളം ഉണ്ടാക്കാനാണ്, ഞങ്ങളുടെ ഇടയിൽ ഇതുണ്ടാക്കാനാണ്. അതുകൊണ്ട് എന്നാൽ കഴിയുന്ന വേദികളിൽ ഞാനിത് തിരുത്തി പറയാറുണ്ട്. അത് മലപ്പുറം മാത്രമല്ല, കേരള സ്റ്റോറി ആയിട്ട് വരും, കാശ്മീർ ഫയൽസ് ആയിട്ട് വരും. അതായത് ഇഷ്യൂ ഇതാണ്. ഈ സമൂഹത്തിൽ ഇടയ്ക്കിടെ ആളാക്കുന്നതിന് വേണ്ടി അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ചില വ്യക്തികളാണ് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നല്ല താങ്കൾ പറയുന്നത്. ഇത്തരം അപശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ടതല്ലേ? അതായത് സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന, അത് രാഷ്ട്രീയമാകട്ടെ ഏതുമാകട്ടെ, ഉയർന്നു വരുന്ന അപശബ്ദങ്ങളെ എന്തായിരുന്നാലും നമ്മൾ തടുക്കപ്പെടേണ്ടതല്ലേ? ഏറ്റവും സിമ്പിൾ ആയതിന് മറുപടി പറയാം. ഇപ്പൊ നേരത്തെ മലപ്പുറത്തിന്റെ സമര പോരാട്ടങ്ങളെ കുറിച്ചൊക്കെ ഡോക്ടർ അനിൽജി പറഞ്ഞു. ഇപ്പോൾ ടിപ്പു സുൽത്താൻ ഒരു വലിയ ഹേറ്റ് ഫിഗറാണ്. നമ്മുടെ BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻജി ടിപ്പു സുൽത്താന്റെ പേരിലുള്ള സുൽത്താൻ ബത്തേരി മാറ്റണം, ഗണപതി വട്ടമാക്കണം എന്നൊക്കെ പറയുകയുണ്ടായി. ഇലക്ഷൻ വരുമ്പോൾ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഏറ്റവും നല്ല പഠനം നടത്തിയിട്ടുള്ളത് KR മൽക്കാനി എന്ന RSSകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ ടിപ്പു സുൽത്താന്റെ മഹത്വം എന്നാണ്, ദ ഗ്രേറ്റ്നെസ് ഓഫ് ടിപ്പു സുൽത്താൻ. അതിന് അവതാരിക എഴുതിയിരിക്കുന്നത് LK അദ്വാനിയാണ്. അതായത് ലോഹപുരുഷൻ എന്ന് BJPക്കാർ വിളിക്കുന്ന LK അദ്വാനിയാണ്. ടിപ്പു സുൽത്താനെ കുറിച്ച് RSSന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ എഴുതിയ ഇന്ത്യ ഫസ്റ്റ് എന്ന പുസ്തകത്തിലെ ഗ്രേറ്റ്നെസ് ഓഫ് ടിപ്പു സുൽത്താനിൽ അദ്ദേഹം പറയുന്ന 3 വരികളുണ്ട്, ഞാൻ വായിക്കാം. ഇന്ത്യയിൽ വിദേശികളോട്, ബ്രിട്ടീഷുകാരോട് പോരാടി മരിച്ച ഒരേ ഒരു രാജാവ് പ്രിൻസ് ടിപ്പു സുൽത്താനാണ്. ഓരോ തവണയും ടിപ്പു സുൽത്താനെ കുറിച്ച് വായിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ഇംപ്രഷൻ കൂടുന്നു. എന്നിട്ട് മൽക്കാനി പറയുന്നു, തിരുവിതാംകൂർ ആക്രമിച്ചപ്പോൾ ടിപ്പു സുൽത്താന് തെറ്റുപറ്റിയിട്ടുണ്ടാകാം, പക്ഷേ അശോക ചക്രവർത്തിക്ക് വരെ തെറ്റുപറ്റിയിട്ടില്ലേ? ടിപ്പു സുൽത്താനെ അശോക ചക്രവർത്തിയോടാണ് കമ്പയർ ചെയ്യുന്നത്. നേരത്തെ അനിൽജി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്താണ്. എൻ്റെ അവസാനം ഇങ്ങനെയാണ്: രാജ്യസ്നേഹവും ആത്മാഭിമാനവും ബ്രിട്ടീഷുകാരന് പണയപ്പെടുത്താതിരുന്നത് കൊണ്ട് മാത്രമാണ് ടിപ്പുവിൻ്റെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കൾ ഇന്ന് ബംഗാളിൽ റിക്ഷ വലിച്ച് ജീവിക്കേണ്ടി വരുന്നത്. ഇത് എഴുതിയത് ഇവരാണ്. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ എന്ത് പറ്റും? പെട്ടെന്നൊരോളം ഉണ്ടാക്കാൻ അപ്പുറത്ത് ടിപ്പു സുൽത്താൻ വേണം, പെട്ടെന്നൊരോളം ഉണ്ടാക്കാൻ അപ്പുറത്ത് മദ്രസ വേണം, അല്ലെങ്കിൽ വഖഫ് ബോർഡ് വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം. ഇനിയും നിങ്ങൾ മലപ്പുറത്തെ മാത്രം ഡിഫെൻഡ് ചെയ്താൽ പോരാന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇത് മലപ്പുറത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ അനിൽ കെ ആന്റണി, AK ആന്റണി എന്ന് പറയുന്ന ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവിൻ്റെ മകൻ, BJPയിൽ എത്തിയതിനു ശേഷം എൻ്റെ നല്ല സുഹൃത്താണ്. അദ്ദേഹം കാസർഗോഡിനെ കുറിച്ച് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അതായത് അവിടെ ഒരു ഹിന്ദു സ്ത്രീയും 2-3 മുസ്ലിം പെൺകുട്ടികളും ബസ് എവിടെ നിർത്തണം എന്ന കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായി. സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ ആണ്. നമ്മുടെ സ്വന്തം അനിൽ കെ ആന്റണി, കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ ചീഫായിരുന്നു AK ആന്റണി, ഹിന്ദുക്കൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ട്വീറ്റ് ചെയ്തു. ഇനി വേറൊരു ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, ഇതൊക്കെ ഇപ്പം അല്ലെങ്കിൽ തുള്ളി വരുന്നു, നമ്മുടെ PC ജോർജ് സാറ് തുള്ളി മരുന്ന് കലക്കി തന്നുകൊണ്ട് ഹിന്ദുക്കൾക്കുള്ളിൽ ഇമ്പോർട്ടൻസി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു തുള്ളി മരുന്ന് കണ്ടെത്തിയിട്ടേ ഇല്ല. കണ്ടെത്തിയാലുള്ള സാധനങ്ങളെ കലക്കി തരാൻ പറ്റും. അപ്പം പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു ശത്രു ഉണ്ടെന്ന് തോന്നിക്കുക, ആ ശത്രുവിനെതിരെ ഒന്നിക്കാൻ നമ്മളെല്ലാം കൂടി ഒരുമിക്കണമെന്ന് പറയുക. ഇതിനുള്ള വളഞ്ഞ വഴികളാണ്. എന്നാൽ കഴിയുന്ന സ്ഥലങ്ങളിൽ ഞാനതിനെ എതിർക്കാറുണ്ട്, എന്നാൽ കഴിയുന്ന സ്ഥലങ്ങളിൽ ഞാനതിനെ പൊളിക്കാറുമുണ്ട്. അതാണ് നമുക്ക് അത്തരത്തിലുള്ള അപശബ്ദങ്ങളെ തടയപ്പെടേണ്ടതുണ്ട്, എതിർക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ഡോക്ടർ അനിൽ മുഹമ്മദ്, നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൂടെ സമൂഹത്തിൽ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നൊരു വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ എന്താ പറയുക അരികുവൽക്കപ്പെടുമ്പോഴോ അതിനെതിരെ ശബ്ദിക്കുവാൻ
ഇത്തരത്തിലുള്ള മാധ്യമ മുഖങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. മലപ്പുറം ജില്ലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഈ ജില്ലാ വിരോധികൾ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും വലിയ തരത്തിലുള്ള എന്താ പറയുക ഒരു ഹെയ്റ്റ് ക്യാമ്പയിനുമൊക്കെ ആ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളായിട്ട് നമ്മുടെ കേരളത്തിൽ ഇന്നും അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടു. പക്ഷേ ആ രൂപീകരിക്കുന്ന വേളയിൽ അതിനെതിരെ ശബ്ദമുയർത്തിയിരുന്ന വാദങ്ങൾ അതത്രയും നിരാകരിക്കപ്പെട്ടുകൊണ്ട് തന്നെ മലപ്പുറം ജില്ല രൂപീകരിച്ചതിൻ്റെ തൊട്ടടുത്താണ് പിന്നീട് അങ്ങാടിപ്പുറം തളി ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടാകുന്നത്. ആ പ്രശ്നം പരിഹരിക്കുന്നത് പാണക്കാട് സയ്യിദ് PMSA പൂക്കോയത്തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളത് ചരിത്രമാണ്. പലപ്പോഴും അതിവൈകാരികത ഉയർന്നു വരുന്നുണ്ട്. അത് ഏത് വിഭാഗത്തിൽ നിന്നാണ്? ഇത്തരത്തിലുള്ള വാദഗതികളെ നമ്മളെ ഒബ്ജക്റ്റ് ചെയ്യുവാൻ, എതിർക്കപ്പെടുവാൻ പ്രത്യേകിച്ചും മാധ്യമരംഗത്തുള്ള താങ്കളെപ്പോലുള്ള ആളുകൾക്ക് കഴിയുമെന്നുള്ള അഭിപ്രായമാണ് നമുക്കൊക്കെ. ഡോക്ടർ അനിൽ മുഹമ്മദിനോട് ചോദിക്കുവാനുള്ളത്, മലപ്പുറത്ത് പലപ്പോഴും പറയുന്നൊരു അതിവൈകാരികത നിലനിൽക്കുന്നു എന്നാണ്. അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മലപ്പുറത്തിന് ഈ അതിവൈകാരികത എന്ന് പറയുന്ന ഒരു സംഗതി ഈ കള്ളന്മാരും കാപട്യക്കാരും അല്ലാത്തപ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ മനുഷ്യവികാരമാണ് നിഷ്കളങ്കമായ വൈകാരികത എന്ന് പറയുന്നത്. പക്ഷേ അത് വളരെ പക്വതയോടെ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ് മലപ്പുറം ജില്ലക്കാർ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാവരെയും വലിയ വേദനിപ്പിച്ചൊരു സംഭവമാണ് ബാബരി മസ്ജിദ് തകർത്തത്. ഗുജറാത്തിൽ നിന്ന് ജാഥ തുടങ്ങുന്നു, അത് UP എത്തുമ്പോഴത്തേക്കും വഴിയിലെല്ലാം സംഗതികൾ ഉണ്ടാവുന്നു, ബാബരി മസ്ജിദ് തകരുന്നു. അന്നത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു വികാരം എന്ന് പറയുന്നത് കൂലു തക്ബീർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചാൽ അപ്പം അടിച്ച് റെഡിയാക്കി പാട്ടയിലാക്കും എന്നൊക്കെ പറയുന്ന വികാരം കൊണ്ട് തിളച്ച് നിൽക്കുന്ന കാലത്ത് പാണക്കാട് സയ്യിദ് ശിഹാബ് അലി തങ്ങൾ അരുത്, ശാന്തിയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹമുള്ള മലപ്പുറം ജില്ലയിൽ ഒരു ദേവാലയത്തിൻ്റെ ഒരു കല്ല് പോലും എന്തെങ്കിലും തരത്തിലൊരു വേദനിപ്പിക്കാൻ തയ്യാറാകാത്തൊരു ജനതയ്ക്ക് വികാരമുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ആരുടെയൊക്കെയോ വികാര ഞരമ്പുകൾ പൊട്ടിക്കിടക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം മാത്രമാണ്. നമുക്കറിയാം, മാറാട് കലാപം നമ്മളെ അതുപോലെ ദുഃഖിപ്പിച്ചൊരു സംഭവമാണ്. മലപ്പുറം ജില്ലയ്ക്ക് അപ്പുറം 7-8 കിലോമീറ്റർ അപ്പുറമാണ് മാറാട് കലാപം നടന്നത്. ഈ കലാപം നടന്നവരുടെ പലരുടെയും ബന്ധുക്കൾ താനൂരും തിരൂരും ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്, നവാസിനറിയാം. എന്നാൽ അവിടെ ഉണ്ടായതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിപ്പർക്കഷൻ, എന്തെങ്കിലും ഒരു സംഗതി മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗത്തു പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് മലപ്പുറത്തിൻ്റെ വൈകാരികതയുടെ മാനവിക ഭാവം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അവരെ സംരക്ഷിക്കാൻ ഞാൻ ഈ അടുത്ത സമയത്ത് കേട്ടൊരു സംഗതിയാണ്, ഒരു പള്ളിയുടെ പുറത്തേക്ക് തൊട്ടടുത്ത അയൽപ്പക്കത്തുള്ള ഒരു ഹിന്ദു വീട്ടിലെ ഒരു അമ്മയുടെ വീട്ടിൽ നിന്ന് തേങ്ങ പള്ളിയുടെ പുറത്തേക്ക് വീഴുന്നു. പള്ളി കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂടി, കാളി എന്ന് പറയുന്നത് നമ്മുടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്, അദ്ദേഹത്തിനെ വന്ന് കാണുന്നു. അദ്ദേഹം അവിടെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അമ്മയുടെ മകൻ ഒരു സംഘപരിവാർ ബന്ധമൊക്കെയുള്ള ആളാണ്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഈ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഒരു തെങ്ങേ ഉള്ളൂ, അതുകൊണ്ട് ആ തെങ്ങ് മുറിക്കാൻ പറയരുത്. അപ്പോൾ ഈ പള്ളിയുടെ പുറത്തേക്ക് വീഴുന്നു. അപ്പോൾ അവിടെ നിന്നവർ പലരും വിചാരിച്ചു ഇതിന് പകരം ഒരു കൊല്ലി കെട്ടുക എന്നൊക്കെ പറയും ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ, ഇത് വീഴാതിരിക്കാൻ വേണ്ടി ഒരു സംഗതി കെട്ടുക എന്ന്. ഈ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അകത്ത് കയറി വന്നിട്ട് പുറത്തു വന്ന് പറഞ്ഞത്, ആ പള്ളിക്കാരെ വിളിച്ച് കുറച്ച് കാശ് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഓട് മാറ്റി നിങ്ങൾ ഈ ടെറസ് കോൺക്രീറ്റ് ചെയ്ത് ഈ പള്ളി സംരക്ഷിക്കുക, എന്നാലും ആ അമ്മയുടെ ഒരു തെങ്ങ് സംരക്ഷിക്കപ്പെടണമെന്ന് ഉറച്ച് നിലപാടെടുത്ത വൈകാരികതയാണ്. ആ വൈകാരികത നന്മയുടെ വൈകാരികതയാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറഞ്ഞത് രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ, എടാ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഭാര്യയും ഭർത്താവും മച്ചിയായി പോയതുകൊണ്ട്, മക്കൾ ജനിക്കാത്തത് കൊണ്ട് ഇപ്പുറത്ത് 2 മക്കളുള്ളവൻ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണമെന്ന് പറയുന്നത് ഒരനീതിയാണ്. അപ്പുറത്തുണ്ടാകുന്ന അസ്വസ്ഥതയുടെ ബലം മുഴുവൻ എന്തിന് ഇപ്പുറത്തേക്ക് ഇടണം? അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകണം. അതൊരു പ്രധാനമായ ആവശ്യമാണ്. അതാണെന്ന് പറഞ്ഞ് എപ്പോഴും അതിനെ അങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിലൊരു വേറൊരു പരിമിതി മലപ്പുറം ജില്ലക്കാർക്ക് നമുക്കുമൊക്കെ ഉണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ഈ ടിപ്പു സുൽത്താനെയും
ഈ പറഞ്ഞ വാര്യംകുന്നത്ത് കുഞ്ഞാമത് ഹാജി അതുപോലുള്ള ആളുകളെയൊക്കെ എടുക്കാൻ തുടങ്ങിയതും പഠിക്കാൻ തുടങ്ങിയതും സംഘപരിവാർ അപ്പുറത്ത് നിന്ന് ഇവർ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോഴാണ്. അതിനു മുമ്പ് നമുക്കെല്ലാവർക്കും മൗലൂദും റാത്തീബും മറ്റേതും മങ്കൂസും മൗലൂദും അതും ഇതും പറക്കുന്ന ഔലിയായും ഓടുന്ന ഔലിയായും ഒക്കെ ആയിട്ടുണ്ട്. അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ഉള്ളതായിക്കോട്ടെ. ഇനി ഞാനങ്ങനെ പറഞ്ഞ് വേദിയിൽ വന്ന് KMCCയുടെ വിവാദമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത്തരം സംഗതികളോടൊപ്പം രാജ്യത്തിന് സംഭാവനകൾ നൽകിയതിൻ്റെ ദേശീയത്തിൻ്റെ അഭിമാനബോധം നമ്മുടെ ഹൃദയത്തിലും വരുന്ന തലമുറയിലും ഉണ്ടാക്കാൻ മലപ്പുറംകാർ ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരഭിപ്രായം കൂടി എനിക്കിതിൽ പറയാനുണ്ട്. നമുക്കറിയാം മലപ്പുറം ജില്ലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമേയം ആദ്യമായി നിയമസഭയിൽ അവതരിപ്പിക്കുന്ന നവാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1960 PK അബ്ദുൽ മജീദ് എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് നിന്നും വക്കീൽ പണിക്ക് വേണ്ടി മഞ്ചേരിയിലെത്തിയ മുൻ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ കുറുവ പഞ്ചായത്തുകാരനായ ബാപ്പുട്ടി ഹാജിയാണ് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയോ അനുബന്ധമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടോ കുറുവയിൽ നിന്നും പാങ്ങിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന ഒരു നാട്ടുകാരുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനിടക്ക് ഒരു ജില്ല വേണം എന്നൊരു ആവശ്യം ആദ്യമായി ഉയരപ്പെടുന്ന എന്നാണ്. എന്ന് വെച്ചാൽ വികസനത്തിന് വേണ്ടിയിട്ടാകണം ജില്ല എന്നാണ്. അതാണ് ആദ്യം മുതൽ അവസാനം വരെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പോലും ജില്ലാ വിരോധികൾക്ക് എതിരെ കൊടുത്തിരിക്കുന്ന മറുപടി അതായിരുന്നു. അതിൽ ഒരു മതവിഭാഗം അധികരിച്ചു എന്നുള്ളതൊരു പ്രശ്നമാക്കരുത്, അതിനപ്പുറത്തൊരു നാടിൻ്റെ വികസനം വേണമെന്നാണ്. എനിക്ക് പ്രിയപ്പെട്ട നവാസിനോട് ചോദിക്കുവാനുള്ളത്, അങ്ങനെയെങ്കിൽ 45 ലക്ഷം കവിഞ്ഞിരിക്കുന്നു മലപ്പുറത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങൾക്കുള്ള ജനസംഖ്യക്കപ്പുറത്താണ് മലപ്പുറം ജില്ലയിലെ ജനവാസം എന്ന് പറയുന്നത്. നാടിൻ്റെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, റോഡുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എമ്പാടും വന്നിട്ടുണ്ട്. അതിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുള്ള വലിയ പങ്ക് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതുമല്ല. എന്നാൽ ആളോഹരി ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ലഭ്യമാകേണ്ടുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും എത്തപ്പെടുന്നില്ല എന്നുള്ള വാസ്തവം അംഗീകരിച്ചുകൊണ്ട് തന്നെ മലപ്പുറം ജില്ല വിഭജിക്കണം, മറ്റൊരു ജില്ല ഉണ്ടാക്കണം എന്നുള്ള ആവശ്യത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ആദ്യ റൗണ്ടിൽ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ വിഷയങ്ങൾ 1-2 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിവിടെ പറഞ്ഞ വിഷയത്തെ വളരെ ഒരു ലെറ്ററായി നമ്മുടെ കയ്യിലൊക്കെ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പോസിറ്റീവായ സംസാരങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും അഭിനന്ദിക്കുകയും ചെയ്യാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. അദ്ദേഹത്തിൽ പറയുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ഇസ്ലാമോഫോബിയയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉറക്കെ പറയാത്തത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു മാന്യതയാണ്. അത് ഉറക്കെ പറയേണ്ടത് ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലക്ക് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളെല്ലാവരും അതിനെ കൈയടിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, താങ്കളുടെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ താങ്കൾ കാണിക്കുന്ന ജാഗ്രതയെ അഭിനന്ദിക്കുമ്പോഴും ഇത് മതത്തിനപ്പുറത്തേക്ക് മലയാളി മനസ്സുകൾ മുഴുവൻ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് എന്നൊരു സന്ദേശത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഇവിടെ ഒരു ആത്മീയ ശൂന്യതയുടെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ രൂപപ്പെട്ടു വരുന്നത് എന്ന ഒരു അഭിപ്രായത്തെ താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അതിന് പരിഹാരവുമായി താങ്കൾ തന്നെ താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ശനിയാഴ്ച ഒരു കൂട്ടായ്മ ഉണ്ടാകണം എന്ന് പറയുന്നു. ഞാൻ സ്നേഹത്തോടെ ആ പോയിന്റിനോട് വിയോജിക്കുകയാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഈ ടെർമിനോളജി മലപ്പുറത്ത് മാത്രം ഉണ്ടായ ഒന്നല്ല, അത് അന്തർദേശീയ തലത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ഉപയോഗിക്കുന്നിടത്തൊക്കെ ഈ ആത്മീയ ശൂന്യത നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഹൈന്ദവ സമൂഹത്തിൻ്റെ ആത്മീയ ശൂന്യതയെ ഇന്ത്യയിലോ കേരളത്തിലോ മലപ്പുറത്തോ കാണുമ്പോൾ ഈ ഇസ്ലാമോഫോബിയ രൂപപ്പെട്ടു വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത്തരം ആത്മീയ ശൂന്യതകളില്ല. അതുകൊണ്ട് ഈ ആത്മീയ ശൂന്യതയുടെ ഒരു പരിഹാരം ഈ പ്രശ്നത്തിനൊരു പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഈ എവിടെയൊക്കെ ഈ പറയുന്ന ഒരു മതങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം, ഇസ്ലാമോഫോബിയക്ക് തത്തുല്യമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുവോ അവിടെയൊക്കെ ഒരു രാഷ്ട്രീയം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ജനാധിപത്യം രൂപപ്പെടുന്നത് പോലും അന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളുണ്ടായിരുന്ന മതപരമായ പൗരോഹിത്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ്. റൂസോ പോലും ജനാധിപത്യ സങ്കല്പങ്ങളെ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലെ ചില താല്പര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഫോബിയകൾ രൂപീകരിക്കപ്പെടുന്നത്. ഇപ്പം മലപ്പുറം ജില്ലക്കെതിരെയുള്ള ഈ പ്രൊപ്പഗണ്ടകൾ അത് ഏതെങ്കിലും മതത്തിൻ്റെ അജണ്ടകളിൽ മാത്രം ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ DYFIയുടെ പ്രസിഡന്റ് മലപ്പുറം ഒരു വർഗീയ ദേശമായതുപോലെ കൊടുവള്ളിയെ വർഗീയ ദേശമാക്കാൻ അവിടുത്തെ MLA ശ്രമിക്കുന്നു എന്നൊരു പരാമർശം പറയേണ്ടതില്ല.
അങ്ങനെയായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആവർത്തിച്ച് മലപ്പുറത്തെക്കുറിച്ച് അങ്ങനെ പറയേണ്ടി വരില്ല ഒരു ബൈ ഇലക്ഷൻ സമയത്ത്. അത് പറയുന്നത് ആത്മീയ ശൂന്യതക്കപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ചില എച്ചിലുകൾ ഈ തെരുവിൽ നിന്ന് പെറുക്കിയെടുക്കാൻ ചില രാഷ്ട്രീയ നേതൃത്വത്തിന് താല്പര്യമുണ്ട് എന്നൊരു അഭിപ്രായം ഞാൻ പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് നമുക്ക് ശ്രദ്ധിക്കാം. നേരത്തെ ഈ ആത്മീയ ശൂന്യത പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ട്രംപും കമല ഹാരിസിന്റെയും മുമ്പേ ഉണ്ടായ ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടം, ആ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കമല ഹാരിസ് ഏറെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ട്രംപ് എടുത്ത ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട്. അവിടെ ആത്മീയ ശൂന്യത ഇല്ല, അവിടെ കൃത്യമായ ആത്മീയമായ കാഴ്ചപ്പാടൊക്കെയുള്ള ആളുകളാണ്. അവർ മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള ഒരു പ്രൊപ്പഗണ്ടയെ അധികം കൃത്യമായി അവതരിപ്പിച്ചു. അവസാന ലാപ്പിൽ അട്ടിമറിയോടുകൂടി ട്രംപ് വിജയിക്കുന്ന ആ ഘട്ടത്തിലാണ്. അപ്പൊ ആത്മീയ ശൂന്യത ഒരു പരിഹാരമാണെന്നോ അത് ഹൈന്ദവ സമൂഹത്തിന്റെ തലയിൽ മാത്രം കെട്ടിവെക്കണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ ആ പരിഹാരം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്ന ആളുകൾ. ഇപ്പൊ ഞങ്ങൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെക്കുറിച്ച് മഹാനായ CH ഏറെ പറഞ്ഞത് ഞങ്ങൾ മതരാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നവരല്ല. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഇതിനെ ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞാൽ അതിനോട് വിയോജിക്കാനുള്ള കാരണം ശ്രീ രാഹുൽ ഈശ്വർ ആദ്യം പറഞ്ഞതിനോട് ഞാൻ അംഗീകരിക്കുകയോ യോജിക്കുകയോ ചെയ്താൽ ഒരു മതരാഷ്ട്രീയത്തിന്റെ വാക്താക്കളായി ഞങ്ങൾ മതരാഷ്ട്രവാദികളാണ് അല്ലെങ്കിൽ മതരാഷ്ട്രമാണ് ഞങ്ങളുടെ സങ്കല്പം അനുവദിക്കേണ്ടി വരുമോ എന്ന് എനിക്ക് സംശയം. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം സാമുദായിക രാഷ്ട്രീയമാണ്. അവിടെ മതത്തിന് ഈ പറയുന്ന മതരാഷ്ട്രീയവാദമല്ല. അങ്ങ് പറയുന്നത് ഒരു മതരാഷ്ട്രീയവാദത്തിന്റെ ഉത്തരമായി പോകുന്നുവോ എന്ന ഭയപ്പാടിൽ നിന്നാണ് അവിടെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. CH മുസ്ലിം ലീഗും കേരളത്തോട് നിരന്തരമായി പറഞ്ഞത് ഞങ്ങൾ ഒരു സാമുദായിക രാഷ്ട്രീയത്തിന്റെ ബേസ് ഉണ്ടാക്കുന്നു. അവിടെ മതം എന്ന് പറയുന്നത് പ്രധാന അജണ്ടയായി വരുന്നില്ല, അവിടെ സാമുദായിക രാഷ്ട്രീയമാണ് ഏറ്റവും അജണ്ടയായി വരുന്നത്. ഇനി എന്നോട് ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യം മലപ്പുറത്തിന്റെ വിഭജനത്തെക്കുറിച്ചാണ്. ഒരു രണ്ടായി പറയാൻ വളരെ അനിവാര്യമായ ഒന്നാണ്. അതിൽ പലപ്പോഴും പലരും പറയാൻ ശ്രമിക്കുന്ന ഒന്ന് ലീഗിനത് പറയാൻ എന്തെങ്കിലും ഒരു മടിയുണ്ടോ എന്നാണ്. ലീഗിന് ഒരു മടിയുമില്ല. മലപ്പുറം ജില്ല അനിവാര്യമായ വിഭജനത്തിന്റെ ഘട്ടത്തിലാണുള്ളത്. മലപ്പുറം ജില്ല മറ്റൊരു ജില്ലക്ക് ഗർഭം ധരിക്കാൻ സമയമായിരിക്കുന്നു എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ലീഗ് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ ലീഗ് ശ്രദ്ധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, പൊളിറ്റിക്സ് ആണ്. കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്സിന് പരിക്കു പറ്റുന്ന രൂപത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ നിലപാടുകളെ ഉയർത്തി കാണിക്കാൻ പലരും ശ്രമിക്കുമ്പോൾ ലീഗ് എപ്പോഴും എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ മലപ്പുറം ജില്ലയിൽ കൊണ്ടുവന്നു. അതിന്റെ പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ്, മലപ്പുറം യൂണിവേഴ്സിറ്റി എന്നല്ല. CH പറഞ്ഞത് പേരിലല്ല, അതിൽ നിന്ന് എന്ത് ലഭിക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം എന്നതാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ അങ്ങനെയാണ് ദൗത്യം നിർവഹിച്ചു വന്നത്. ഇന്നലെ ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഡോക്ടർ അരുൺകുമാർ ആ ചർച്ചയിലുണ്ട്. ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത് CH പോലെ ഒരു അന്നത്തെ കാലത്ത് മുഖ്യമന്ത്രിയായ ഒരു മനുഷ്യൻ, 2 തവണ ഉപമുഖ്യമന്ത്രിയായ ഒരു മനുഷ്യൻ, മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് ഇപ്പോൾ അത് ഒരു മുഖ്യമന്ത്രി പദവി ആഗ്രഹിക്കാൻ പോയിട്ടൊന്ന് ആലോചിക്കാൻ കഴിയുമോ? ഈ കാലത്ത് ഉപമുഖ്യമന്ത്രി ആലോചിക്കാൻ കഴിയുമോ എന്ന് ഡോക്ടർ അരുൺകുമാർ ചോദിച്ചത്. ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റം, നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ മതഭ്രാന്തുകളെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഞങ്ങളെടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായി അത് നേടിയെടുക്കുക എന്നതാണ്. അതിനൊരു സ്ട്രാറ്റജി പാർട്ടി ഉണ്ടാക്കും. അതൊരു പക്ഷേ ഉറക്കെ പറയേണ്ടതാകാം, ചിലപ്പോൾ സഭക്കകത്ത് പറയേണ്ടതാവാം, സഭാരേഖകൾ പറയേണ്ടതാകാം, പറയേണ്ട ഘട്ടത്തിൽ പറയേണ്ടതാകാം, ബിഹൈൻഡ് ദി കർട്ടൻ അതിന് പ്രവർത്തനങ്ങൾ നടത്തി അത് ലഭ്യമാകേണ്ട ഒരു സമയത്ത് അത് ചോദിച്ചു വാങ്ങേണ്ടതാവും. മലപ്പുറത്തിന്റെ പിറവിയിൽ അതുണ്ട്. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സഭക്കകത്ത് ഒരു ചർച്ചയുണ്ടായി. ശിവൻ KT ജലീലിന്റെ ഒരു ഡിബേറ്റാണ്. അദ്ദേഹം പറയാണ് മലപ്പുറം ജില്ല എങ്ങനെ ഉണ്ടായെന്ന് അറിയുമോ? അത് EMS തന്നതാണ് എന്ന് അദ്ദേഹം പറയാണ്. അതിന് വാദം ഉന്നയിക്കാൻ അത് CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ വലിയ രൂപത്തിൽ പ്രചരണത്തിന് ഉപയോഗിച്ചു. നമ്മളവിടെ മലപ്പുറം ജില്ല രൂപീകരണത്തിന്റെ ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം എന്ന് പറഞ്ഞാൽ ബി ഫ്രാങ്ക് നമുക്ക് പറയാം. CH പറഞ്ഞ ഒരു വാചകം മന്ത്രിസഭക്കകത്ത് EMS നമ്പൂതിരിപ്പാട് CH-നോട് പറയാണ്, CH ഇപ്പതൊന്ന് മാറ്റിവെക്കണം. എന്താ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ വാജ്പേയി തിരുവനന്തപുരത്ത് വന്നൊരു സമരപ്രഖ്യാപനം നടത്തുന്നു മലപ്പുറം ജില്ലക്കെതിരെ. സംഘപരിവാർ മാപ്പിളസ്ഥാൻ എന്ന് പറയുന്നു. വലിയ പ്രതിസന്ധി ഉണ്ട്, പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്കതൊന്ന് മാറ്റിവെക്കാം. EMS പറയുമ്പോൾ അവിടെ CH എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഇല്ല, ഞങ്ങൾക്ക് ജില്ല വേണം. CH-ന്റെ ഒരു വാചകമാണ്. അതേ സമയത്ത് ബാപ്പു കുരുക്കൾ, അന്നത്തെ മന്ത്രി, ലീഗിന്റെ മന്ത്രി, അദ്ദേഹം ആശുപത്രി കിടക്കുമ്പോൾ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഗീത എന്ന് പറയുന്ന ഒരു ആ മാധ്യമപ്രവർത്തക അന്നത്തെ റവന്യൂ മന്ത്രിയായിട്ടുള്ള ഗൗരിയമ്മയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്. ഗൗരിയമ്മ പറയുന്നുണ്ട്, ഞാൻ ബാപ്പു കുരുക്കളെ കാണാൻ ചെന്നു, അസുഖത്തെക്കുറിച്ച് ചോദിച്ചു, ബാപ്പു കുരുക്കൾ മിണ്ടുന്നില്ല. ഞങ്ങൾ വിശേഷങ്ങൾ ചോദിച്ചു, ബാപ്പു കുരുക്കൾ മിണ്ടുന്നില്ല. ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ തമാശ പറഞ്ഞു, ബാപ്പു കുരുക്കൾ ചിരിക്കുന്നില്ല. അദ്ദേഹം ബെഡിലാണ്, ആശുപത്രിയാണ്, അവശനായി കിടക്കാൻ. പക്ഷെ ഞാൻ പോരാൻ സമയത്ത് അദ്ദേഹം ചുണ്ട് കടിച്ചു പിടിച്ച്
ക്ഷോഭിച്ചുകൊണ്ട് ക്ഷുഭിതനായി എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്താണ് ആ ചോദ്യം? എൻ്റെ ജില്ല എവിടെ, എൻ്റെ ജില്ല എവിടെ എന്ന് വെച്ചാൽ ആലങ്കാരികമായി പറഞ്ഞാൽ മരണക്കടക്കയിൽ കടന്നും എൻ്റെ ജില്ല എവിടെ എന്ന് ചോദിക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിസഭയിൽ RSSന്റെ നേതാക്കന്മാരെ ഗോൾവാർക്കറിനെയും AB വാജ്പേയിയും കോട്ട് ചെയ്ത് ഇപ്പം മാറ്റിവെച്ചുകൂടെ, താനൂര് പാകിസ്ഥാന്റെ കപ്പലിറങ്ങുന്നുള്ള പ്രസ്താവന വരുന്നുണ്ട് എന്ന് EMS പറയുമ്പോൾ ഇല്ല, അത് ഇപ്പോൾ വേണം എന്ന് ധീരമായി പറഞ്ഞ CHന്റെ ഓർമ്മകളും നമുക്ക് മുമ്പിലുണ്ട്. മലപ്പുറം അനിവാര്യമായി വിഭജനത്തിന് തയ്യാറാകുമ്പോൾ ആ CHനെ പോലെ ബാപ്പുകുരുക്കൾ പോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ശബ്ദമുയരും, ജില്ലാ വിഭജനം സാധ്യമാകും, അതിൽ മുസ്ലിം ലീഗിന് ഒരു മടിയുമില്ല എന്ന് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ക്വിക്ക് റീജോയിൻഡർ അദ്ദേഹം പറഞ്ഞോട്ടെ, സമയം അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ താത്വിക വശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങ് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ എൻ്റെ റിസർച്ച് പേപ്പർ. അതായത് എങ്ങനെയാണ് ആര്യൻ മൈൻഡ് സെറ്റ് ജർമ്മനിയിലും അമേരിക്കയിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്നത്, അതാണ് അതിനുള്ള ഉത്തരം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ പെട്ടെന്ന് അവസാനത്തിൽ ഒന്ന് എൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട്. ഞാൻ അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല, എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാ പാർട്ടിയിലും ബന്ധമുണ്ട്. എൻ്റെ ആഗ്രഹം, എൻ്റെ രാഷ്ട്രീയ ആഗ്രഹമാണ് പറയുന്നത്, പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് പറയുന്നത്. അടുത്ത തവണ ശശി തരൂർ സാറ് മുഖ്യമന്ത്രിയും കുഞ്ഞാലിക്കുട്ടി സാർ ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി ഒരു മന്ത്രിസഭ വരണമെന്നാണ്. കാര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ CH മാത്രം കുറച്ചു കാലമാണ് ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നത്. ഹോം മിനിസ്ട്രി എന്ന് പറയുന്നത് കുടുംബത്തിന്റെ താക്കോൽ കൊടുക്കലാണ്. പലപ്പോഴും അങ്ങനെ മുസ്ലിം ലീഗിന് ഒരു ആഭ്യന്തരമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ ഉണ്ടാകുകയും കമ്മ്യൂണിറ്റി ബാലൻസിങ്ങിന്റെ ഭാഗമായി ഒരുപക്ഷെ രമേശ് ചെന്നിത്തലാജി ആയിരിക്കാം, ശശി തരൂർ സാറായിരിക്കാം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്ക് എഡ്യൂക്കേഷനോ ഫിനാൻസോ ആയിരിക്കാം. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബാലൻസിങ്ങിലാണ് നമ്മുടെ നാട് പോകുന്നത്. ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. നമ്മൾ മൈക്ക് ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം വ്യക്തിപരമായി പറയും. അങ്ങനെ ശശി തരൂർ സാറോ, കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ നായർ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഒരാളോ, അങ്ങനെ ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി കുഞ്ഞാലിക്കുട്ടി സാറോ അല്ലെങ്കിൽ മുനീർ സാറോ ആരെങ്കിലും മുസ്ലിം ലീഗിന്റെ ആളോ ചേർന്ന് ഒരു പൊസിഷൻ വന്ന് അടുത്തൊരു മന്ത്രിസഭ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന വിശ്വസിക്കുന്ന ആളാണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ, ഇതിന് ഒരുപാട് താത്വിക മാനങ്ങൾ കാണും. പക്ഷേ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ 41-34. വലാ തസ്തവിൽ ഹസനതു വല സയ്യ ഇത്ഫാ ബില്ലതി ഹിയ അഹ്സാനു ഫൈദല്ലതി ബൈനക വ ബൈനഹു അദാവദൻ കഅന്നഹു വലിയുൻ ഹമീം. അതായത് ശത്രുവിനെ പോസിറ്റീവായി അല്ലെങ്കിൽ എതിരാളിയെ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ട് നേരിടുക. അതാണ് മലപ്പുറം എന്നും കാണിച്ചു തന്നിട്ടുള്ളത്. അതാണ് ആദരണീയരായ തങ്ങൾ കുടുംബം എന്നും കാണിച്ചു തന്നിട്ടുള്ളത്. അവിടെ പലതവണ പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പോസിറ്റീവായി നിങ്ങൾ മുമ്പോട്ട് പോകുക. ഇതിന്റെ താത്വികമായ ബാക്കി മാനങ്ങൾ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാര്യം ഞങ്ങളുടെ ഇടയിൽ നിന്നാണ് ആ പ്രശ്നം വരുന്നത്. എന്തായാലും മുസ്ലിങ്ങളല്ലല്ലോ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നത്, ഞങ്ങളുടെ ഇടയിൽ നിന്നല്ലേ ആ പ്രശ്നം വരുന്നത്. അത് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ പരിഹരിക്കും. അതിന് ഞങ്ങളുടേതായ നിലപാടുകൾ ഞങ്ങളുടെ ഇടയിൽ എടുക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നിങ്ങൾ പോസിറ്റീവായി മുമ്പോട്ട് പോകട്ടെ, അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒരൊറ്റ പോയിന്റ് നവാസ് പറഞ്ഞതിനോടും രാഹുൽ ഈശ്വർ പറഞ്ഞതിനോടും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ചേർന്ന് ഏറ്റുമുട്ടലില്ലാതെ പോകുന്നതിന് പ്രത്യേകിച്ചൊരു ആത്മീയ ശൂന്യത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളെക്കാൾ ഉപരി ആ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ, ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ജബലലിയിൽ പോയി, ദുബൈയിൽ. ജബലലിയിൽ അമ്പലം, തൊട്ടിപ്പുറത്ത് ഗുരുദ്വാര, അതിൻ്റെ ഇപ്പുറത്ത് ക്രൈസ്തവ സഭകളുടെ എല്ലാം പ്രാർത്ഥനാലയം. ഒരു തർക്കവും വഴക്കുമില്ല. ആരും ലൈറ്റ് ഇടുന്നതിന് വഴക്കുണ്ടാക്കുന്നില്ല, ആരും സ്പീക്കർ ഉണ്ടാക്കുന്നില്ല, യുക്തിവാദികൾ എന്താണെന്ന് ചോദിക്കുന്നില്ല, ഒന്നുമില്ല. ഞാനും അതിനകത്ത് കയറി, എല്ലാവരും കയറി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് സന്തോഷമായിട്ട് എല്ലാവരും പിരിയുന്നു. ഒരു തർക്കവും ഇല്ല, വഴക്കുമില്ല. നമ്മുടെ നാട്ടിൽ പോലും തമ്മിൽ തല്ലുന്ന സംഘടനകളും ബാക്കിയുള്ള ഗ്രൂപ്പുകാരും എല്ലാം ഇവിടെ വന്നാൽ ഇവർ യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് വന്നതാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ വളരെ മനോഹരമായി ഇത്ര സ്നേഹത്തോടെ ഇത്ര സന്തോഷത്തോടെ ഇങ്ങനെ ചേർന്ന് പെരുമാറുന്നത് കാണുന്നത് വലിയ ഇഷ്ടമാണ്. ഇവിടെ യൂസുഫ് അലിക്കാടെ പേര് പറഞ്ഞുകൊണ്ട് പറയുക, യൂസുഫ് അലിക്ക് ഒരാളിനോട് പറഞ്ഞു ഇത്രേ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കാശ് വാങ്ങരുത്, ഞാനൊരു മുജാഹിദാണ് എന്ന് പറഞ്ഞപ്പം ആ വന്ന ആൾ താടിക്ക് ഇങ്ങനൊരു നുള്ളു കൊടുത്തേച്ച് പറഞ്ഞു, പോടാ കള്ള, നീ മുജാഹിദൊന്നുമല്ല, നീ സുന്നിയാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞതുപോലുള്ള സ്നേഹപ്രകടനമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു സംഗതി ഉണ്ടാകുക. പിന്നെ എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ദേവാലയം വന്നപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ കൂട്ട് ബഹളവും വഴക്കമൊന്നുമല്ല, അതിൻ്റെ ചുറ്റിനും മൊത്തം വില്ലകൾ വരുന്നു, ഇഷ്ടം പോലെ വില്ലകൾ വരുന്നു, എല്ലാവരും സന്തോഷമായിട്ട് താമസിക്കാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഭരണാധികാരികളെയും ഈ നാടിനെയും കൂടി ഹൃദയത്തിൽ ഓർത്തു വെച്ച് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്ന് അവസാനമായി സൂചിപ്പിക്കുന്നു. താങ്ക് യു.
ഈ രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു വെച്ചൊരു വലിയ മാനവികതയുടെ സന്ദേശമുണ്ട്. ഡോക്ടർ അനിൽ പറഞ്ഞത് അതാണ്. നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്ന് ഇന്ന് നിലനിൽക്കുന്നത് അബുദാബിയിലാണ്, ഒരു മുസ്ലിം രാജ്യത്താണ്. അങ്ങനെ കൊണ്ടും കൊടുത്ത്, അതായത് നമ്മുടെ സാഹോദര്യം എന്ന് പറയുന്നത് മതങ്ങൾക്കപ്പുറത്ത്, വിഭാഗങ്ങൾക്കപ്പുറത്ത് ഒരു നാടിൻ്റെ നന്മയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, നേതൃത്വം അതിനനുസരിച്ച് പങ്കുവെക്കുമ്പോൾ ഒരു നാട് നന്നാകുന്നു, വികസിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന ഈ മഹാഫെസ്റ്റിൻ്റെ ഈ സാംസ്കാരിക സമ്മേളനം ഇവിടെ അവസാനിക്കാൻ നിൽക്കുമ്പോൾ ഇത് വിളിച്ചോതുന്ന ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യത്തിലേക്കാണ് ഞാൻ നേരത്തെ വിരൽ ചൂണ്ടിയത്. ഒട്ടും അമാന്തം കാണിക്കാതെ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം ഈ സമ്മേളനം കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. അത് എൻ്റെ മുമ്പിൽ ഇടതും വലതും ഇരിക്കുന്ന ആക്ടിവിസ്റ്റുകൾ ഇത് ഏറ്റെടുക്കണം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധം അതിനനുസരിച്ച് പാകപ്പെടണം. അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ സാഹിബ് കേരളത്തിൻ്റെ നിയമസഭയിൽ മലബാർ വിഭജിച്ച് 3 ജില്ലകൾ വരെ രൂപീകരിക്കണമെന്നുള്ള ആവശ്യം ഒരു കാലത്ത് ഉന്നയിക്കുകയുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ സാഹിബാണ് ആ ഒരു റെസൊല്യൂഷൻ കേരളത്തിൻ്റെ നിയമസഭയിൽ കൊണ്ടുവന്നതെന്നാണ്. ഇവിടെ വീണ്ടും ഒരു ജില്ലയുടെ വിഭജനം അല്ലെങ്കിൽ ജില്ല രൂപീകരിക്കണം എന്ന ആവശ്യം ഉയർന്നു വരുമ്പോൾ നിങ്ങളുടെ 3 പേരുടെയും പി കെ നവാസ് കൃത്യമായി അത് പറഞ്ഞു വെച്ചു. അത് ഇനിയും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് നിറഞ്ഞു നിൽക്കണം. നാട്ടിൽ വികസനം ഇനിയും ഉണ്ടാകണം. മറ്റൊരു മലപ്പുറം ജില്ലയുടെ രൂപീകരണം പോലത്തെയുള്ള പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കക്കൊന്നും അടിസ്ഥാനമില്ലെന്ന് മനസ്സിലാക്കുന്നു. ആ അഭിപ്രായം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ മലപ്പുറത്തും അറിഞ്ഞതും പറഞ്ഞതും എന്ന ചർച്ചയ്ക്ക് നമുക്ക് വിരാമമിടാം. ഒരിക്കൽ കൂടി ഞാൻ രാഹുൽ ഈശ്വറിന് മൈക്ക് കൈമാറുന്നു. ഒറ്റ ചോദ്യം കൂടി ചോദിക്കുന്നു. അങ്ങ് ശനിയാഴ്ചയിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാക്കണമെന്നുള്ളൊരു ആവശ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടു. അതിന് എത്രമേൽ സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ്. അത് വർക്കുണ്ട്. പക്ഷെ അങ്ങ് പറഞ്ഞതിനോട് ഒരു റിക്വസ്റ്റ്, ഒരു മാധ്യമ പ്രവർത്തന നിലയിൽ പറയുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അതായത് മലപ്പുറം ജില്ല വിഭജിച്ച് വേണം എന്നതിനേക്കാൾ നിങ്ങൾ പുതിയൊരു ജില്ലയ്ക്ക് പേരിടണം. ആ പുതിയ ജില്ല വേണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോഴാണ് പ്രായോഗികമായി നടപ്പാകും. കാര്യം പലപ്പോഴും വാക്കുകൾ നെഗറ്റീവായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിഭജനം എന്ന വാക്കിന് ഒരുപാട് തെറ്റായ കൊണോട്ടേഷൻസ് ഉണ്ട്. അപ്പം മലപ്പുറം ജില്ല വിഭജിക്കണമെന്നല്ല, നിങ്ങൾ പുതിയൊരു പേര് കണ്ടെത്തുക, KMCC-കാരൊരു പേര് കണ്ടെത്തുക, എന്നിട്ട് ആ ജില്ല വേണം എന്ന് പറയുന്ന പോസിറ്റീവ് ലാംഗ്വേജ് ഉണ്ടെങ്കിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ വളരെ പ്രാക്ടിക്കലാണ്, അതുകൊണ്ട് പ്രാക്ടിക്കലായ കാര്യം പറയുകയാണ്. നിങ്ങൾ മലപ്പുറത്തോട് ചേർന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരോ മറ്റോ പ്രപ്പോസ് ചെയ്യുക, ആ ജില്ല വേണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള പല ആൾക്കാരും, പ്രത്യേകിച്ച് തീവ്ര വലതിലെ സുഹൃത്തുക്കൾ, നിങ്ങൾ മലപ്പുറം പുതിയ സംസ്ഥാനമാകുമ്പോഴും നിങ്ങൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇത് മറ്റേതാവും മറിച്ചേതാവും എന്ന് പറഞ്ഞ് ചാനൽ ചർച്ചകളാവും. ആ ചർച്ച ഞാൻ തന്നെ പോയിരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പുതിയൊരു ജില്ല വേണം. ആ ജില്ലയ്ക്ക് നിങ്ങളുടേതായ നല്ല പേര് സജഷൻ വേണം, അതിനൊരു ടാഗ് ലൈൻ വേണം. അത്തരം പോസിറ്റീവ് ലാംഗ്വേജിൽ നമ്മൾ രാഷ്ട്രീയത്തിലും സാമൂഹിക കാര്യങ്ങളും ഉപയോഗിക്കുന്ന ഭാഷ വളരെ പ്രധാനമാണ്. അതാണ് മറ്റൊരാളുടെ മനസ്സിനെ ഇമ്പാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയൊരു സജഷൻ കണ്ടെത്തുക, പുതിയൊരു ജില്ല വരട്ടെ, ആ ജില്ലയുടെ പരിപാടിക്കും വിളിച്ചാൽ എനിക്കിവിടെ വരാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. 30 സെക്കൻഡിനകം ഒരു വൈൻഡപ്പ് മെസ്സേജ്. തീർച്ചയായും ഞാൻ ഇനി ഒരു ചോദ്യം ഉണ്ടോ? ഇല്ലല്ലോ, വൈൻഡപ്പ് അല്ലേ? ഞാൻ അവസാനം രാഹുൽ ഈശ്വരന് ഒന്നും എൻ്റെ സമയം കൈമാറാണ്. ഞാൻ എൻ്റെ ചോദ്യം, ഈ പരിപാടിയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പല പ്രതികരണങ്ങളുണ്ടായിരുന്നു. എനിക്ക് കുറേ ആളുകൾ മെസ്സേജ് അയച്ചു, എന്തിനാണ് രാഹുൽ ഈശ്വരനൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്, എന്തിനാണ് അങ്ങനെ ഒരു പരിപാടിയിൽ രാഹുൽ ഈശ്വർ വരുന്നത് എന്നൊക്കെ. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു പൊതുബോധത്തിനിടക്ക് അങ്ങ് നടത്തുന്ന ഈ ആക്ടിവിസത്തെ ഒരു ഹിന്ദു എന്നതിനപ്പുറത്തേക്ക് ഒരു ഹിന്ദുത്വ ആക്ടിവിസമായി പലരും കാണുന്നു, അങ്ങനെ വിളിക്കപ്പെടുന്നു. അങ്ങനെ അവർ കാണുന്നതിനെ വിളിക്കപ്പെടുന്ന അങ്ങേക്ക് തിരുത്താം. പക്ഷേ അങ്ങനെ ആളുകൾ വായിക്കപ്പെടുന്ന ഒരു അവസരം അങ്ങിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ മുൻകാലങ്ങളിൽ വന്നു പോവുകയോ വരികയോ ചെയ്തിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇനി അങ്ങയുടെ കയ്യിൽ ഗാന്ധിയുടെ ചാപ്പ കുത്തിയതും ഷോൾഡറിൽ പതാകയും കണ്ടു. ഞാൻ അങ്ങേക്ക് ഇവിടെയുള്ള ആളുകളുടെ സംശയത്തെ അവസരം തരികയാണ്. അങ്ങനെ ഞാനൊരു ഇന്ത്യൻ ആണെന്നോ ഒരു ഗാന്ധിയൻ ആണെന്നോ അങ്ങനെ തുറന്ന് അങ്ങനെ കാണിച്ചു നടക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തിനകത്തുണ്ടോ എന്നൊരു ചോദ്യം. പെട്ടെന്ന് 2 ഉത്തരം. എന്നോട് എനിക്കൊന്ന് കുഞ്ഞിപ്പ സാറാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചത്. എന്ത് എഴുതണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹിന്ദു ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ഹിന്ദു ഫിലോസഫർ എന്ന് എഴുതിയാൽ മതി എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തിരിച്ചയച്ച മെസ്സേജ് എനിക്ക് ഇപ്പോഴും കിടപ്പുണ്ട്. നമുക്ക് മതപരമായ വാക്കൊന്നും വേണ്ട, അതായത് ന്യൂട്രലായ വാക്ക് പോരെ. ഞാനപ്പോൾ അദ്ദേഹത്തോട് തിരിച്ചു വിളിച്ചു ചോദിച്ചു, അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ അറിയാം, അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. തിരിച്ചു വിളിച്ചു പറഞ്ഞു, സാർ എനിക്കൊരു 3 മിനിറ്റ് തരണം. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തുകൊണ്ട് ഹിന്ദു ആക്ടിവിസ്റ്റ് എഴുതണം? മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ നന്മ എന്താ അറിയാം? ആ മുസ്ലിം ലീഗ് എന്ന പേരാണ്.
ഓൾറെഡി നിങ്ങൾക്ക് സ്വത്വം കറക്റ്റാണ്, നിങ്ങൾക്ക് ഇനിയും ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് ഓൾറെഡി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മുസ്ലിം ഐഡന്റിറ്റി റൂട്ടഡ് ആണ്. നിങ്ങൾക്ക് ഇനിയും പാലങ്ങൾ നിർമ്മിക്കാനും ബാലൻസ് ചെയ്യാനും എല്ലാവരെയും ഒന്നാക്കാനും പറ്റും. ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം പലപ്പോഴും ഞങ്ങൾ ഒന്നെങ്കിൽ വർഗീയവാദിയാണ് അല്ലെങ്കിൽ വിശ്വമാനവികനാണ്. അതാണ് ശരിക്കും സവർക്കർക്ക് പറ്റിയത്. സവർക്കർ പറയുന്ന ഒരു സ്റ്റൈൽ തന്നെ അങ്ങനെയാണ്, നീ മുസ്ലിം ആണെങ്കിൽ ഞാൻ ഹിന്ദുവാണ്, ഇല്ലെങ്കിൽ ഞാൻ വിശ്വമാനവികനാണ്. ഞാൻ അങ്ങനെയല്ല, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. ഞാൻ മാത്രമല്ല, ഗാന്ധിജി ആരായിരുന്നു എന്ന് ശശി തരൂർ പറയുന്നുണ്ട്. ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് ഗാന്ധിജി. ഹിന്ദു ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിനും കൂടെ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, നമുക്ക് രണ്ട് കൈ ദൈവം തന്നിട്ടുണ്ട്. ഒരു കൈ നമ്മുടെ സമുദായത്തിന് വേണ്ടി, ഒരു കൈ പൊതുസമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി, ഒരു കൈ നമുക്ക് വേണ്ടി, ഒരു കൈ ലോകത്തിന് വേണ്ടി. ഈ ബാലൻസ് നമുക്ക് ഉണ്ടാക്കണം. ഹിന്ദുത്വവാദത്തിന്റെ ഏറ്റവും വലിയ പ്രതിമരുന്ന് നല്ല ഹിന്ദുവാണ്. ഗോഡ്സെയുടെ ഏറ്റവും വലിയ എതിർമരുന്ന് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ആ ഗാന്ധിയൻ പാതയിലുള്ള സോഫ്റ്റ് ഹിന്ദു സ്പേസ് എന്നാണ് വിളിക്കുന്നത്. ഹിന്ദുത്വം അല്ല, ഹിന്ദുത്വം വീര സവർക്കറുടെ ഐഡിയോളജിയാണ്. അതിനോട് ഞാൻ ബഹുമാനപുരസരം വിയോജിക്കുന്നു, അത് തെറ്റാണ്. പക്ഷേ ഹിന്ദുവാണ് നമുക്ക് വേണ്ടത്, ആ സോഫ്റ്റ് ഹിന്ദു പ്ലസ് മുസ്ലിം പ്ലസ് ക്രിസ്ത്യൻ. ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോണ്ട് അവസാനിപ്പിക്കാം. ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇത് കാവി ഹിന്ദുവും വെള്ള ക്രിസ്ത്യാനിയും പച്ച മുസ്ലിമോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഈ മതേതരത്വത്തിന്റെ പേരിൽ ഇത് മറച്ചു വെക്കണ്ട. നമുക്ക് വേണ്ടത് മതസൗഹാർദ്ദമാണ്, ബഹുസ്വരതയാണ്, എല്ലാരെയും ഒന്നിപ്പിക്കാനുള്ളതാണ്. ഇതാണ് ഗാന്ധിജിയുടെ ലൈൻ. ആ ലൈൻ പിന്തുടരാനും ഈ കൊടി എന്നും ഇതേപോലെ നിൽക്കാനും ആഗ്രഹിക്കണം. ഇന്ന് ഞാനിത് പറയുമ്പോൾ ഏറ്റവും എതിർപ്പ് വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ? തീവ്ര ഹിന്ദുത്വവാദികളിൽ നിന്നാണ്. അവർക്ക് കാര്യം വെള്ളയും പച്ച ഇഷ്ടമല്ല. കേരളത്തിൽ വെള്ള ഇഷ്ടം കാണിക്കുന്നത് വോട്ടിന് വേണ്ടിയാണ്, അല്ല ഒന്നുമല്ല. അതായത് അവർക്ക് വെള്ളയും പച്ച ഇഷ്ടമല്ല. അപ്പൊ അവർക്ക് കാവിക്കൊടി, അതായത് ഗാന്ധിജിയെ കൊല്ലാൻ ഗോഡ്സെ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, ഇയാൾ ഈ കാവിക്കൊടി മാറ്റി ത്രിവർണ്ണ പതാക വെച്ചു എന്നാണ്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. 1931-32 AICC സമ്മേളനത്തിൽ ഇന്ത്യയുടെ കൊടി കാവി പതാകയാക്കാൻ തീരുമാനിച്ചു. ഡോക്യുമെന്റഡ് ഹിസ്റ്ററിയാണ്. അതിന് സർദാർ വല്ലഭായ് പട്ടേലും മൗലാന അബുൽ കലാം ആസാദും ഇടതുപക്ഷക്കാരനായ നെഹ്റുജിയും അനുമതി കൊടുത്തു. അതായത് 1932 AICC കറാച്ചി സമ്മേളനം ഓഗസ്റ്റ്. അപ്പോ മഹാത്മാഗാന്ധിയാണ് അതിനെ എതിർത്ത് പറഞ്ഞത്. അന്ന് ഞാൻ എല്ലാ വേദികളിലും, ഹിന്ദു വേദികളിൽ പറയും, കാവി എങ്കിൽ കാവി, ത്രിവർണ്ണമെങ്കിൽ ത്രിവർണ്ണം, നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്ന മനോഭാവമുള്ള മൗലാന അബുൽ കലാം ആസാദിന്റെ മനസ്സാണ് മുസ്ലിങ്ങൾക്ക്. പക്ഷേ മൗലാന അബുൽ കലാം ആസാദ് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ത്രിവർണ്ണ പതാക വേണം എന്ന് ശാഠ്യം പിടിക്കുന്ന ഹിന്ദുവിന്റെ മനസ്സാണ് ഞങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഇന്ത്യക്കാർക്കും വേണ്ടത്. ആ ശാഠ്യം കൊണ്ടാണ് ഞാൻ ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത്. താങ്ക് യു. നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. തീർച്ചയായും സൗഹാർദ്ദം നിലനിൽക്കണം. മനുഷ്യർ ഒരു വിഭാഗത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലല്ല അവരുടെ അജണ്ടകളെ സെറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ സമ്മേളനം ഒരിക്കൽ കൂടി കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ ഉണർത്തുന്നത്. ഇതിൽ വളരെ സുന്ദരമായി നല്ല ഭാഷയിൽ സംസാരിക്കുകയും വളരെ കൃത്യമായി ഇടപെടുകയും ചെയ്ത 3 ആക്ടിവിസ്റ്റുകളോടും അബുദാബി മലപ്പുറം ജില്ല KMCCക്കുള്ള KMCC എന്ന ഒരു വലിയ സംവിധാനത്തിന് തന്നെയുള്ള നന്ദി ഒരിക്കൽ കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്.